one and all for today's YMCA Prayer Meet 2024. Since 1904, the World YMCA and World YWCA have come together to deliver the World Week of Prayer and World Fellowships. Every year, YMCA selects a specific theme, Bible reading passages, etc., so that communities around the world can unite in prayer for a specific course linked to the current realities of the world. This year, we have joined together once again under the theme Moving with Faith Through the Elements, Vishwasa Yatra Prabanjatilude, where we explore the significance of water, earth, fire, and wind in our daily lives. In this moment of great struggle of humanity, we are called to look beyond ourselves, drawing the strength from our faith, spiritual traditions, and values. Once again, welcoming you all for today's Prayer Meet YMCA 2024. So let's start our program with some melodious devotional songs led by Mr. Finney Johnson from Audio Desk Studio, one of the prominent keyboard player and singer. താങ്ക് യു പ്രിയ സിസ്റ്റർ പ്രിയ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട് നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കാൻ വൈഎംസിയോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ ഇങ്ങനെ അവസരം ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ചില ഗാനങ്ങൾ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ വലിയവനായ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. പാട്ടുകാരി പ്രകാരം പറയുന്നു: വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ആ ഗാനം ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ ചില നിമിഷങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. ആലകൾ പാടകില്ലാടിച്ചെന്ന അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. ആലകൾ പാടകിൽ ആടിച്ചെന്ന അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി എന്നരികിലുണ്ട്. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി എന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു. ഞാൻ മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ
നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു. ഓ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കൊന്നുണ്ടായിടിലും, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെന്നുണ്ടായിടിലും, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോയിടും ഞാൻ. നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അങ്ങു മാറും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അങ്ങു മാറും. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പാട്ടുകാരനോട് ചേർന്ന് നമ്മൾ പാടിയല്ലോ ആ വിശ്രമ നാടിനെ നമുക്ക് വീണ്ടും വിശ്വാസത്തോടെ കർത്താവിൽ നമുക്ക് യാത്ര ചെയ്യാം. ഒരു ഗാനത്തിന് ഈട് ചേർന്ന് നാം ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നമുക്കായി കരുതുന്ന ആ നല്ല ഓഹരിയെ, ആ പഴയ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നിനക്കായി കരുതും അവൻ നല്ലയോഹരി, നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്ക
കൈ പിടിച്ചെന്നെ വഴി നടത്തും, വഴിയൊരുക്കും അവനാഴികളിൽ. വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. Inviting our Honorable Patron, Mr. Biju Papachan, to give away the opening prayer. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം. സംഗീതനക്കാരൻ ഇപ്രകാരം പറയുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ അനുഗ്രഹപ്പെട്ട ചൊവ്വാഴ്ചയുടെ വൈകിയ വേളയിൽ അബുദാബി YMCA വേൾഡ് YMCA പ്രയർ വീക്കിന്റെ ഭാഗമായിട്ട് ഏകദിന കൺവെൻഷനായിട്ട് കൂടി വരുവാൻ ഇന്ന് രാത്രികാലം കൃപ നൽകിയതോർത്ത് നന്ദി കുറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം സൂം പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടി വരവിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ ഓർക്കാതെ വണ്ണം അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്നത്തെ കൺവെൻഷന് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന റവറൻ ഫാദർ ഫിലിപ്പ് തരകൻ അച്ഛനെ ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനുകൂടെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രികാലം ശ്രവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ യാത്ര പ്രപഞ്ചത്തിലൂടെ എന്ന് ഈ വർഷത്തെ വേൾഡ് YMCA തീമായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ഇന്ന് രാത്രികാലം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ സമൂഹത്തിലുള്ള ജീവിതത്തിലും വിശ്വാസയാത്രയിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കടലിനെയും കാറ്റിനെയും
കോളിനെയും ഒക്കെയും ശമനം നൽകിയവനായ ഒരു കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രതികൂലാവസ്ഥകളെ അനുകൂലമാക്കി തീർക്കണം. എല്ലാ പ്രതിസന്ധികളുടെ മേലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പ്രത്യേകാൽ അബുദാബി YMCAയും YMCയുടെ പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നതായ ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അബുദാബിയുടെ പ്രദേശത്ത് സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ വിവിധ സഭയിൽ നിന്നുള്ളതായ ഞങ്ങളെ കൂടിവർ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലായ്പ്പോഴും കൺവെൻഷനായിട്ടും കൂടി വരുന്നത് പോലെ അല്ല ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തകരം ആത്മീയമായി ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണം. വീണ്ടും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുരാന്റെ വലിയ നാമത്തിൽ താഴ്മയോടും ഏറ്റവിനയത്തോടെ യാചിക്കുന്നു. ദയുണ്ടായിക്കട്ടെ. ഉത്തരം വെള്ളുമാറാകണമേ. ആമീൻ. Inviting our Honorable Secretary, Mr. Sandeep George, to give away the welcome speech. പ്രിയ ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകൻ അച്ഛൻ, YMCA അബുദാബിയുടെ പ്രസിഡന്റ് എത്രയും ബഹുമാനപ്പെട്ട നൈനാൻ തോമസ് പണിക്കർ, പേട്രൺ ശ്രീ ബിജു പാപ്പച്ചൻ, ട്രസ്റ്റി ശ്രീ സാമുവൽ സക്കറിയ, വൈസ് പ്രസിഡന്റ് ശ്രീ അലൻ ജോർജ്, സ്നേഹം നിറഞ്ഞ YMCA ബോർഡ് അംഗങ്ങളെ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന YMCA കുടുംബാംഗങ്ങളെ, YMCA അഖില ലോക പ്രാർത്ഥന വാരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ള ബൈബിൾ കൺവെൻഷനാണ് ഇന്ന് YMCA അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ വർഷവും ഒരുമിച്ച് ലൈവായിട്ടാണ് നമ്മളിത് നടത്തിയിരുന്നതെങ്കിലും ഈ വർഷം ഹോൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് YMCA ബോർഡ് കൂടി ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഈ കൺവെൻഷൻ നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചത്. എന്നിരുന്നാലും അല്പം താമസിച്ചുവെങ്കിലും ഈ ഡിസംബർ മാസത്തിൽ ഈ സായം സന്ധ്യയിൽ ഇങ്ങനൊരു വചന സന്ധ്യ ഒരുക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ അങ്ങേയറ്റം മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇന്നത്തെ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇന്നത്തെ ഈ ബൈബിൾ കൺവെൻഷന് മുഖ്യ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകൻ അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ അച്ഛൻ കൊല്ലം സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം ഡയോസിസ് കൗൺസിൽ മെമ്പർ, കൊല്ലം ഭദ്രാസന PRO, അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ YMCA അബുദാബിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജോസ് ടി തരകന്റെ കസിൻ ബ്രദർ കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ യൂട്യൂബിൽ കൂടി അച്ഛൻ്റെ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രശസ്ത പ്രാസംഗികനായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് തരകൻ അച്ഛനെ YMCA അബുദാബിയുടെ നാമത്തിൽ എല്ലാവരുടെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് YMCA അബുദാബിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ നൈനാൻ തോമസ് പണിക്കർ അവറുകളാണ്. ബഹുമാനപ്പെട്ട നൈനാച്ചാനാണ് നമ്മുടെ ഈ വർഷത്തെ YMCAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നയിക്കുന്നത്. ബഹുമാനപ്പെട്ട നൈനാച്ചാനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് പ്രയറിന് നേതൃത്വം കൊടുത്ത YMCA അബുദാബിയുടെ പേട്രൺ ശ്രീ ബിജു പാപ്പച്ചൻ, അതുപോലെ YMCA അബുദാബിയുടെ ട്രസ്റ്റി ശ്രീ സാമുവൽ സക്കറിയ, വൈസ് പ്രസിഡന്റ് അലൻ ജോർജ്, സ്നേഹം നിറഞ്ഞ എല്ലാ ബോർഡ് മെമ്പേഴ്സും, അങ്ങനെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ YMCA ഫാമിലി അംഗങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഏകദേശം 68 YMCA കുടുംബാംഗങ്ങൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന് ആങ്കറിംഗ് ചെയ്യുന്ന YMCA ബോർഡ് മെമ്പർ കൂടിയായിരിക്കുന്ന പ്രിയ പ്രിൻസ്, അതുപോലെ തന്നെ ഇന്നത്തെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ഫിന്നി ജോൺസൺ, അതുപോലെ ഇന്നത്തെ വേദപാരായണം നിർവഹിക്കുന്ന ശ്രീമതി ലീന ബിനു എന്നിവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വരുന്ന 1 മണിക്കൂർ നേരം ബഹുമാനപ്പെട്ട അച്ഛന്റെ വചന സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. വന്നിരിക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടി ഹാർദവം ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. Welcoming our Honorable President, Mr. Nainan Thomas Panikkar, to give away the presidential address. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ഏറ്റവും ആദരണീയനായ ഫിലിപ്പ് തരകൻ അച്ഛൻ,
YMCയുടെ പേട്രൺ ബഹുമാനപ്പെട്ട ബിജു പാപ്പച്ചൻ, YMCയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട സന്ദീപ് ജോർജ്, YMCയുടെ ട്രഷറർ ബഹുമാനപ്പെട്ട ശമുവേൽ സക്രിയ, YMCയുടെ വൈസ് പ്രസിഡന്റ് അലൻ ജോർജ്, ഈ പ്രയർ വീക്കിൻ്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട വർഗീസ് ജേക്കബ്, YMCA ബോർഡ് അംഗങ്ങളെ, YMCA കുടുംബാംഗങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ യോഗത്തിൽ സംബന്ധിക്കുന്ന ഏവരുമേ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. YMCA പ്രാർത്ഥനാഭാരത്തിൻ്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള YMCA കുടുംബാംഗങ്ങളോടൊന്നിച്ച് അബുദാബി YMCAയും പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഇന്ന് നാം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം, സമാധാനം, വിശ്വാസം എന്നിവ ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുവാനാണ്. വിവിധ രാജ്യങ്ങൾ, പല സംസ്കാരങ്ങളിലും ഭാഷകളിലും സമുദായങ്ങളിലും നിന്നുമുള്ള YMCA അംഗങ്ങൾ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ തലകളെ കുനിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ ഏവരെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് യുവാക്കൾ നേരിടുന്ന വെല്ലുവിളി ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വളരെ വേഗം മാറുന്ന ഈ ലോകത്തിൻ്റെ ലൗകിക സുഖത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് തിന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുക ആണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ പ്രധാന ദൗത്യം അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിച്ച് നിർത്തി മുട്ടിപ്പായി പ്രാർത്ഥനയിലൂടെ നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ക്രിസ്തീയ ജീവിതത്തിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും ഗുണം വരുന്ന ഒരു നന്മ നിറഞ്ഞ പുതു തലമുറയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവസ്നേഹത്തിൽ പരിപാലിക്കുകയും ഈ ലോകത്തിലെ തിന്മരഹിതമായ ഒരു ജീവിതം നയിപ്പാൻ അവർക്ക് ഇടയാക്കണമേ എന്നും അവർ ദൈവത്തിൻ്റെ ദർശനവും ക്രിസ്തീയ മൂല്യങ്ങൾ ആസ്വദിക്കുവാൻ അവസരം നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാവാരത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. ലോകമെമ്പാടുമുള്ള YMCA അംഗങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും പ്രതീക്ഷയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അബുദാബി YMCAയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു. Inviting Mr. Finney Johnson for the next devotional song. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു, കൺമണി പോൽ കരുതിയവൻ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ
വീടുകളിൽ ഏകനെന്നു തോന്നിയപ്പോ ധൈര്യം നൽകി വചനം നൽകി, ധൈര്യം നൽകി വചനം നൽകി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദ തൈലം പകർന്നു, കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദ തൈലം പകർന്നു. ശത്രുമധ്യയൻ തല ഉയർത്തി, ശത്രുമധ്യയൻ തലയുയർത്തി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? ഓ കഷ്ടതയിലും കരം പിടിച്ചു, കഷ്ടതയിലും കരം പിടിച്ചു, നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേകിടാതിരുന്നിടുമോ? Next, I would like to invite, on behalf of YMCA Ladies Wing, Mrs. Leena Binu for the Bible reading. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാരക്മോർ. Today, we have amidst us Most Reverend Father Philip Tharagan to give away the keynote message for today's prayer meet YMCA 2024. ഇപ്പം അച്ഛനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാ മേഖലയിലും അച്ഛൻ കൈവച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈബിൾ ക്വിസ്, ധ്യാനത്തില്, ക്ലാസ്സുകള്, അതുകൂടാതെ യൂട്യൂബില് നുറുങ്ങുപട്ടം എന്നുള്ള എപ്പിസോഡ്സുകൾ, അതിൽ കൂടെ നമുക്ക് കുറെ മെസ്സേജസ് നമുക്ക് എന്നും ഡെയിലി അച്ഛൻ തരാറുണ്ട്. ഓൾമോസ്റ്റ് എനിക്കൊന്ന് 1700 ആണെന്ന് തോന്നുന്നു, തെറ്റിയിട്ടില്ലെങ്കിൽ അത്രയും ആ എപ്പിസോഡ് വരെ എത്തിയിട്ടുണ്ട്. ഇത്രയും പ്രമുഖനായ ഒരു സ്പീക്കറിനെ ഞങ്ങളുടെ ഈ ചെറിയൊരു കൂട്ടായ്മയിൽ
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ വന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. സോ വെൽക്കമിങ് യു അച്ഛൻ വൺസ് അഗെയിൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ YMCയുടെ പ്രാർത്ഥനാ വാരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ പ്രഭാഷണ പ്രാർത്ഥനാ പരമ്പരയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആദരവുകളും സ്നേഹവും ക്രിസ്മസ് ആശംസകളും ആദ്യമേ നേരുകയാണ്. പ്രവാസ ലോകത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾ നടത്തുന്ന സുന്ദരമായ യാത്ര അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നൈനാൻ തോമസ് പണിക്കർ, ബിജു പാപ്പച്ചൻ ഒക്കെ ഉൾപ്പെടെയുള്ള YMCയുടെ നേതൃത്വം, പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ സംഗമിക്കുന്ന എല്ലാവർക്കും സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രപഞ്ചത്തിലൂടെ ഒരു വിശ്വാസ യാത്ര എന്നുള്ളതാണ്. വിശ്വാസം എന്ന് പറയുന്ന വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയും അതിലൊരു ശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം ഇതാണ്: ശ്വാസം തന്നവനോടുള്ള പ്രതിബദ്ധതയ്ക്ക് പറയുന്ന പേരാണ് വിശ്വാസം. ശ്വാസം തന്നവനോടുള്ള പ്രതിബദ്ധതയ്ക്ക് പറയുന്ന പേരാണ് വിശ്വാസം. ഈ വിഷയത്തിന്റെ ഭാഗമായി ഒരു യാത്രയുമുണ്ട്. പ്രത്യേകിച്ച് യാത്ര എന്ന് പറയുമ്പോൾ പുതിയ കാലം യാത്രകളെ തിരിച്ചറിയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയിലൂടെയാണ്. യാത്രയ്ക്ക് അദ്ദേഹം വ്യാഖ്യാനം കൊടുക്കുന്ന നിമിഷത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരാളൊരു ബസ്സിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി തിന്ന് കുടിച്ച് തിരിച്ചു പോകുന്നതല്ല ഒരു യാത്ര. ഒരു യാത്രയ്ക്ക് അതിനപ്പുറത്ത് ചില ദർശനങ്ങളും ഭാവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ യാത്ര ഒരു തീർത്ഥാടനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി ഇന്നത്തെ ചിന്ത തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബുദ്ധി വികസിക്കുകയും ഹൃദയം ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. എല്ലാവരും എഗ്രി ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബുദ്ധി വികസിക്കുകയും ഹൃദയം ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു കാലമാണ്. നമ്മുടെ ബുദ്ധി ഇരിക്കുന്നത് എവിടെ? പെട്ടെന്ന് ചിലർ പറയും തലയില്ല. എന്നാൽ പുതിയ കാലത്തെ കുട്ടികൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് പറയും ബ്രെയിനിലാണ് ബുദ്ധി ഇരിക്കുന്നത്. എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ തൂക്കം എന്ത് കാണും? ഒരു പുരുഷന്റെ തലച്ചോറിന് 1350 ഗ്രാം തൂക്കവും ഒരു സ്ത്രീയുടെ തലച്ചോറിന് 1250 ഗ്രാം തൂക്കവുമാണ് ഉള്ളത്. 100 ഗ്രാമിന്റെ വ്യത്യാസം സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തലച്ചോറിന്റെ വ്യത്യാസം 100 ഗ്രാം ആണെങ്കിലും തലച്ചോറിന്റെ ആക്യുറസിയിലും പ്രവർത്തനത്തിലും മുൻപിൽ നിൽക്കുന്നത് 100 ഗ്രാം കുറവുള്ള സ്ത്രീയുടെ തലച്ചോറാണ്. അതുകൊണ്ടാണ് ഒരേ സമയത്ത് പുരുഷൻ ഒരു കാര്യമേ ചെയ്യാൻ പറ്റുന്നു. ഒരു ഫോൺ വന്നാൽ അവൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തു പോയി ഫോൺ ചെയ്ത് തിരിച്ചു വരും. എന്നാൽ ഒരു സ്ത്രീയുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നതെങ്കിൽ, അടുക്കളയിലാണെങ്കിൽ ഒരു കൈ കൊണ്ട് ഫോൺ ചെയ്യും, ഒരു കൈ കൊണ്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും, കാലുകൊണ്ട് ചെയ്യുന്ന പണി ചെയ്യും. എന്നാൽ അപ്പുറത്തിരിക്കുന്ന ആൾ ഇതൊന്നും അറിയത്തുമില്ല. അറ്റ് എ ടൈം മൾട്ടി പർപ്പസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്ന തലച്ചോറാണ് സ്ത്രീക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തലച്ചോറ് കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തലച്ചോറിന്റെ പെരുമയല്ല, ഹൃദയത്തിന്റെ സാഫല്യം കൂടി ചേരുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ടാണ് തല വലുതാകുന്നു, ഹൃദയം ചുരുങ്ങുന്നു. അതറിയണമെങ്കിൽ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. കഥ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. മലയാളത്തിലെ എല്ലാ കഥകളും തുടങ്ങുന്നത് പണ്ട് പണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഞാനും ഈ കഥ ആരംഭിക്കുന്നത് പണ്ട് പണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു ഓലക്കുടിൽ, 2 പേർക്ക് മാത്രം കഴിയാവുന്ന ഒരു ഓലക്കുടിൽ. ഓലക്കുടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. അറിയണമെങ്കിൽ അവർ ഗൂഗിൾ അടിച്ചു പോകണം. ആ ഓലപ്പുരയ്ക്കകത്ത് ഭാര്യയും ഭർത്താവും. ഒരു പെരുമഴക്കാലമാണ്. മഴ വല്ലാതെ പെയ്തിറങ്ങുന്നുണ്ട്. സന്ധ്യയായി. നമുക്കറിയാം മഴക്കാലം തണുപ്പിന്റെ കാലമാണ്. തണുപ്പ് കൂടുമ്പോ വിശപ്പ് കൂടും. സന്ധ്യയായപ്പോ ഭർത്താവ് പറഞ്ഞു, എടി എനിക്ക് വിശക്കുന്നു, നമുക്ക് അത്താഴം നേരത്തെ കഴിക്കാം. ഭാര്യ അത്താഴം വിളമ്പി. 2 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അത്താഴം കഴിച്ചാൽ പഴയ വീടുകളിൽ പിന്നെ വേറെ പണിയൊന്നുമില്ല, ഉറങ്ങാന്ന് മാത്രമേ ഉള്ളൂ. പായ വിരിച്ച് ഉറങ്ങാനായിട്ട് പോകുമ്പോ പുറത്ത് പെരുമഴ, വാതിലൊരു കൊട്ട്. സ്ത്രീ പറഞ്ഞു,
ദേ നിങ്ങളൊന്ന് പോയി നോക്കിക്കേ. അദ്ദേഹം പോയി നോക്കി. കതക് തുറന്നപ്പോ അപരിചിതനായ ഒരു മനുഷ്യൻ നനഞ്ഞൊലിച്ച് നിൽക്കുകയാ. യാത്ര തുടരാൻ പറ്റുന്നില്ല, സങ്കടപ്പെട്ട് നിൽക്കുകയാ. അന്ന് തെരുവ് വിളക്കുകളൊന്നുമില്ല, കയറി കിടക്കാൻ ഒരു സ്ഥലം വേണം. ഏത് പുരുഷനും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്ത്രീയുടെ മുഖത്തോട്ടൊന്ന് നോക്കും. ഇങ്ങേരും നോക്കി സ്ത്രീയുടെ മുഖത്തോട്ട്. കാരണം സ്ത്രീയുടെ മുഖത്ത് നോക്കി തീരുമാനം എടുത്തില്ലെങ്കിൽ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും അവർ പറഞ്ഞു അകത്തേക്ക് കയറ്റി വിടാൻ പറഞ്ഞു. അകത്ത് വന്നു. തുവർത്താൻ ഒരു തോർത്ത് കൊടുത്തു, കുടിക്കാൻ ഒരു കോഫിയും കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ 2 പേർക്ക് കിടക്കാനുള്ള ഇടയേ ഉള്ളൂ, നമുക്കിനി കിടക്കണ്ട, നമുക്കിരിക്കാം. അവർ 3 പേരും കൂടി ഇരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോണ്ട് വീണ്ടും ഒരു കൊട്ട് കേൾക്കുന്നു. ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കിയ മനുഷ്യ. അദ്ദേഹം പോയി തുറന്നു നോക്കി. നോക്കുമ്പോ ഇപ്രാവശ്യം മനുഷ്യനല്ല, ഒരു കഴുതയാണ്, നനഞ്ഞൊലിച്ച് നിൽക്കുകയാണ്. അതിനെ കണ്ടപ്പോ അയാൾക്ക് സങ്കടം. വീണ്ടും ഭാര്യയുടെ മുഖത്ത് നോക്കി. ഭാര്യ പറഞ്ഞു അകത്തേക്ക് കയറ്റി വിട്ടേക്കാൻ. കഴുതയെ കൂടി അകത്ത് കൊണ്ടുവന്നു. അതിനെ തോർത്തി, അതിന് കുടിക്കാൻ കാടിയും കൊടുത്തു. ഇപ്പോൾ ആ വീട്, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഇനി നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, നമുക്കിനി നിൽക്കാം. ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇപ്പം ആ കുടിലിനകത്ത് എത്ര പേരുണ്ട്? 3 എലികാലിയും 1 നാൽക്കാലിയും. കുടില് വലുതായോ? ഇല്ല. മനസ്സ് വലുതായപ്പോഴാണ് കുടിലിനുള്ളിൽ അത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഹൃദയം വലുതാകുമ്പോൾ നിന്റെ വീട്, നിന്റെ സമൂഹം ഉൾക്കൊള്ളലിന്റെ ഒരു വലിയ സമൂഹമായിട്ട് രൂപപ്പെടും. ഇന്ന് രാത്രി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് 2 പ്രാർത്ഥനകളിലേക്ക്, വിശ്വാസത്തിന്റെ പ്രാർത്ഥനകളിലേക്കാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ രാത്രി കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് തരുന്ന വേദഭാഗം ഞാൻ 2 പ്രാവശ്യം പറയും. നിങ്ങൾ മനസ്സിൽ 1 പ്രാവശ്യം മൂന്നാമതായിട്ട് പറയണം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാണ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന അധ്യായം 10-ാമത്തെ അധ്യായമാണ്. നമ്മളിന്ന് ചിന്തിക്കുന്ന സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം. നമ്മളിന്ന് ചിന്തിക്കുന്ന അധ്യായം 10-ാമത്തെ അധ്യായം. നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. 35 മുതൽ 52 വരെയുള്ള അവിടെ 2 പ്രാർത്ഥനകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രാർത്ഥന 35 മുതൽ 45 വരെയും, രണ്ടാമത്തെ പ്രാർത്ഥന 46 മുതൽ 52 വരെയുമാണ്. അപ്പൊ വേദഭാഗം നിങ്ങളുടെ മനസ്സിൽ കയറിയെന്ന് ഞാൻ കരുതുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 52 വരെയുള്ള ഭാഗം. ഒന്നാമത്തെ പ്രാർത്ഥന 35 മുതൽ 45 വരെ, രണ്ടാമത്തെ പ്രാർത്ഥന 46 മുതൽ 52 വരെ. ഒന്നാമത്തെ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണെന്നറിയണ്ടേ? അത് ഞാൻ പറയും കർത്താവിന്റെ കോർ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പ്രാർത്ഥനയാണ്. ധാരാളം കമ്മിറ്റി അംഗങ്ങളുണ്ട്. YMCA കമ്മിറ്റി ഉണ്ട്, YMCAയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ ബോർഡ് മീറ്റിംഗ് മെമ്പേഴ്സ് ആയിരുന്നു ഇവര്, ഈ പ്രാർത്ഥിക്കാൻ വന്നവര്. കർത്താവിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 12 പേരുണ്ട്. അതിൽ വർക്കിംഗ് കമ്മിറ്റി ആയിട്ട് ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് 3 പേരാണ്. ആ 3 പേര് ആരൊക്കെയാന്ന് ചോദിച്ചാൽ പത്രോസും യാക്കോബും യോഹന്നാനും. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാർത്ഥന YMCAയുടെ ബോർഡ് മെമ്പേഴ്സിന്റെ പ്രാർത്ഥനയാണ്. നമുക്കറിയാം വർക്ക് ചെയ്യേണ്ടവരാണ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരെ കൊണ്ട് പലയിടത്തും കർത്താവ് കയറി പോകുന്നുണ്ട് കേട്ടോ. താബോർ മലയിൽ പോയപ്പോ ഈ 3 പേരെയും കൊണ്ടാണ് കയറിപ്പോയത്. ഗത്സമനെ പോയപ്പോഴും ഈ 3 പേരെയും കൊണ്ടാണ് കയറിപ്പോയത്. പക്ഷെ രസകരമായ കാര്യം, വർക്ക് ചെയ്യാൻ പോയ ഇവര് ഈ 2 മലയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം. കുത്തിയിരുന്ന് ഉറങ്ങുകയാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു വലിയ മുദ്രാവാക്യമുണ്ട്, തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുമെന്ന്. അന്നത്തെ കാലം മുതൽ ഇന്ന് വരെയും നമ്മൾ മുടങ്ങാതെ സൂക്ഷിക്കുന്ന പൈതൃക ഗുണമാണ് പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള ഉറക്കം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഉറങ്ങിയതുപോലെ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ ഭയമിരിക്കേണ്ട. ഉറക്കഗുളിക കഴിച്ചുറങ്ങുന്നവൻ പോലും കുത്തിയിരുന്ന് ഉറങ്ങുന്നത് കാണാൻ കഴിയും. അത് ശ്ലൈഹിക ഗുണമാണ്, കൈവിട്ട് കളയരുത്. അപ്പോൾ ഈ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ 2 പേർ, അവരുടെ പേര് സെബദി മക്കൾ എന്നാണ്. യാക്കോബും യോഹന്നാനും ഇടിമക്കൾ എന്നറിയപ്പെടുന്നു, ബോവനേർഗസ് എന്ന് വിളിക്കുന്നു. ഇവര് 2 പേരും കൂടെ ബാക്കി 10 പേരുടെ കണ്ണു വെട്ടിച്ച്
ഒരു വിശ്വാസ യാത്ര നടത്തി യേശുവിന്റെ അടുത്തേക്ക് വരിക. യേശുവിന്റെ അടുത്ത് വന്നിട്ട് 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശുമ്പുരാനെ, ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്, നീ കേൾക്കുവോ? കർത്താവ് ഇരിക്കുന്നത് പ്രാർത്ഥന കേൾക്കാനല്ലേ? ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ഒരേ പ്രാർത്ഥനയല്ല, ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയാണുള്ളത്. കാരണം ഹൃദയത്തിൽ എന്റെ പ്രാർത്ഥനയല്ല നിങ്ങളുടെ പ്രാർത്ഥന. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ പ്രാർത്ഥനയുണ്ട്. അപ്പൊ സെബദി മക്കൾ 10 പേരുടെ കണ്ണ് വെട്ടിച്ച് കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥന മുഖേന അറിയാമല്ലോ, പ്രാർത്ഥിച്ചോളൂ അവർ പറഞ്ഞു. അപ്പോ അവരെ പ്രയർ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവെ, നീ യെരൂശലേമിലേക്കാണ് പോകുന്നത്, നീ യെരൂശലേമിൽ ചെല്ലുമ്പോ ചെയ്യാൻ പോകുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ദാവീദിന്റെ സിംഹാസനം അവിടെ തകർന്നു കിടക്കുക, നീ അത് റീറ്റെയിൻ ചെയ്യും, പുനഃസ്ഥാപിക്കുമ്പോ നീ ഇരിക്കാൻ പോകുന്നത് ദാവീദിന്റെ സിംഹാസനത്തിലാണ്. നീ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഇടത്തും വലത്തും ഞങ്ങളെ ഇരുത്തണം. കൂട്ടത്തിൽ മൂത്തവനാ പത്രോസ്, കൊണ്ടുപോയ ഒരു സീറ്റ് അങ്ങേർക്ക് പോകും. അതുകൊണ്ട് സീറ്റ് കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി. ബാക്കി 9 പേരെയും മാറ്റി നിർത്തി. ശരിക്കും പറഞ്ഞാൽ കുറുക്കു വഴിയിലൂടെ പ്രാർത്ഥിക്കാൻ വരിക. വിശ്വാസ വഴിയിൽ കുറുക്കു വഴിയില്ല. നമ്മൾ ഓർത്തിരിക്കണം, സ്പിരിച്വാലിറ്റിയിലെ പെർവേർഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വിശ്വാസ വഴിയിൽ കുറുക്കു വഴിയില്ല, വഴി മാത്രമേ ഉള്ളൂ. കർത്താവ് SMS-ഉം ഫോണിലൂടെ വോയിസ് ക്ലിപ്പൊന്നും തരാറില്ല പ്രാർത്ഥിക്കാൻ നേരം. നമ്മൾ ഓർക്കണം, പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വഴിയേ ഉള്ളൂ, കുറുക്കു വഴിയില്ല എന്നുള്ള ആഴത്തിലുള്ള അർത്ഥം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. അവർ വന്നത് 10 പേരുടെ കണ്ണ് വെട്ടിച്ചാണ്. നമുക്കറിയാം, ശിഷ്യൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് ഡിസൈപ്പിൾ എന്നാണ്. എന്താ ഈ ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ? ഞാൻ പറയും, ഡിസിപ്ലിൻ ഈസ് ദ വേ ടു ദ ഡിസൈപ്പിൾഷിപ്പ്. വിശ്വാസത്തിന്റെ വഴി അച്ചടക്കത്തിന്റെ വഴിയാണ്. എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയും, അച്ചടക്കം എന്ന് പറയുന്ന വാക്കിനെ പുരുഷന്മാരെ കാട്ടി കൂടുതൽ ഭംഗിയായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് സ്ത്രീകൾക്കാണ്. കാരണം എന്താണെന്നറിയാമോ? അച്ചിലടങ്ങുന്നതിന് പറയുന്ന പേരാണ് അച്ചടക്കം. അച്ചിലടങ്ങുന്നതിന് പറയുന്ന പേരാണ് അച്ചടക്കം. അച്ചിലുണ്ടാക്കുന്ന അപ്പം നമുക്കറിയാം, അച്ചപ്പം അല്ലേ? അച്ചപ്പം ഉണ്ടാക്കാത്തവരാരും ഇല്ല. മിക്കവാറും എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അച്ചപ്പം. ഒരച്ചപ്പം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ ഭാവന ഒന്ന് ഉണർന്നേ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്ന് വരെ ഭാവന ഉണരാൻ സമയം കിട്ടി കാണത്തില്ല. കാരണം അച്ചപ്പം കിട്ടുന്നതിനെക്കാട്ടി മുമ്പേ വിഴുങ്ങുന്നത് കൊണ്ട് നമ്മുടെ ഭാവന ഉണരാൻ സാധ്യതയില്ല. എന്നാൽ ഒരച്ചപ്പം നമ്മള് കവിഭാവനയോടെ നോക്കുമ്പോൾ നമുക്കത് പൂവ് പോലെ തോന്നും. പൂവിന്റെ പെറ്റൽസ് എങ്ങനെയാണോ അടുക്കി വെച്ചിരിക്കുന്നത്, അതുപോലെയാണ് അച്ചപ്പത്തിന്റെ ഓരോ ഇതളും അടുക്കി വെച്ചിരിക്കുന്നത്, ശരിക്കും ഒരു പൂവ് പോലെ. എന്നാൽ അച്ചപ്പൻ ചുടുന്നവർക്കറിയാം, 10-25 ചുട്ടിടുമ്പോ ഒരു 3-4 മോന്ത ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അമ്മായിയമ്മയെ കണ്ട മരുമോടെ കൂട്ടിരിക്കും, ചുളുങ്ങിയിരിക്കും. എന്തുകൊണ്ടാ ചുളുങ്ങി പോകുന്നത്? പാകമാകുന്നതിന് മുമ്പ് അച്ചിൽ നിന്ന് പുറത്ത് ചാടിയാൽ അച്ചപ്പത്തിന്റെ മുഖം ചുളുങ്ങിപ്പോകും. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതം ചുളുങ്ങുന്നത് എപ്പോഴാ? ഞാൻ പറയും, അച്ചടക്കം ലംഘിക്കുമ്പോഴാ. പാകമാകുന്നതിന് മുമ്പ് പുറത്തു ചാടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം ചുളുങ്ങിപ്പോകുന്നത്. അന്നേരം ഒരു സംശയം തോന്നാം, ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം ഓർ ബോണ്ടേജ്. ഞാൻ പറയും, വിശ്വാസ ജീവിതത്തിൽ അച്ചടക്കം സ്വാതന്ത്ര്യമാണ്, ബന്ധനമല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസ് തീരുമാനിക്കുക, നാളെ തീരുമാനിക്കുക, എത്ര കൊല്ലം കൊണ്ട് ഞാൻ ഈ 2 പാളത്തിനിടയിൽ കിടന്നാ ഓടുന്നത്, ഇനി മുതൽ ഞാൻ പാളത്തിൽ കൂടെ ഓടുന്നില്ല, പാളം തെറ്റിയാ ഓടുന്നത്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ബോംബെയിലെത്തേണ്ട നേത്രാവതി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് തന്നെ കിടക്കും. അപ്പോൾ ഒരു ട്രെയിനിന്റെ സ്വാതന്ത്ര്യം അതിന്റെ പാളത്തിൽ കൂടി സഞ്ചരിക്കുന്നതാണ്. ഒരു പട്ടത്തിന്റെ സ്വാതന്ത്ര്യം നൂലി പറക്കുന്നതാണ്. ഒരു പുസ്തകത്തിന്റെ സ്വാതന്ത്ര്യം അത് കുത്തിക്കെട്ടിലിരിക്കുന്നതാണ്. അച്ചടക്കം ബന്ധനമല്ല, സ്വാതന്ത്ര്യമാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലുള്ള അച്ചടക്കം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിയണം. ആ അച്ചടക്കം നമ്മുടെ നോട്ടത്തിലും നടത്തയിലും വസ്ത്രധാരണത്തിലും ചിന്തയിലും ഒക്കെ ഉണ്ടായിരിക്കണം.
കാരണം അച്ചടക്ക ലംഘനം കുതിച്ചു പായുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മഹത്തായ ഒരു സാഹിത്യകൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് മഹാകവി കാളിദാസനാണ്. നമുക്ക് ശാകുന്തളത്തിലെ എഴുതിയ ആളെ അറിയത്തില്ലെങ്കിലും ശാകുന്തളത്തിലെ നായിക നമ്മൾ മറക്കത്തില്ല, ശകുന്തളയാണ്. അത് മറക്കാതിരിക്കുന്നതിന്റെ കാരണം അവൾ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയതുകൊണ്ട്. ഈ ഒളിച്ചോടിപ്പോയ കേസൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഈ ശകുന്തളയുടെ നടപ്പിനെ പറ്റി കാളിദാസൻ എഴുതുന്നത്, അവൾ നടക്കുമ്പോൾ ഉപ്പൂറ്റി ഉറപ്പിക്കാതാണ് നടന്നത്. ഉപ്പൂറ്റി ഉറപ്പിക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ ആരുടെങ്കിലും കൂടെ ഒക്കെ ചാടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് അന്നത്തെ വെപ്പ്. അതുകൊണ്ട് ഇന്ന് നീ വീട്ടിൽ പോയി ഭാര്യയുടെ ഉപ്പൂറ്റി ഉറപ്പിക്കുന്നോ എന്നൊന്നും നോക്കരുത്. കാരണം ഇത് അഭിജ്ഞാന ശാകുന്തളത്തിലെ അച്ചടക്കത്തെ പറ്റിയാണ് പറയുന്നത്. അബുദാബിയിലെ അച്ചടക്കത്തെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ നെപ്പിലും നടപ്പിലും പോക്കിലും ഒരച്ചടക്കമുണ്ട്. അപ്പൊ ശിഷ്യത്വത്തിന്റെ അച്ചടക്കത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ട ഈ രണ്ടു പേര് അധികാര കസേരയുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ഏതു തരത്തിലാകുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ പ്രാർത്ഥന കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി മാറുന്നു. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് നോക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന 46 വാക്യം മുതൽ 52 വാക്യം വരെയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന നടത്തുന്നത് ഒരു കുരുടനായ മനുഷ്യനാണ്. അവൻ സാധാരണക്കാരനാണ്. അവൻ യേശുവിന്റെ അടുത്ത് നിന്നിട്ടില്ല. യേശുവിന്റെ കമ്മിറ്റി മെമ്പറും അല്ല, കോർ കമ്മിറ്റി മെമ്പറും അല്ല. യേശുവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവൻ ഇരിക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ, യെരുശലേമിന് വടക്ക് കിഴക്ക് ഒരു 18 മൈൽ നീളമുള്ള ഒരു തീർത്ഥാടന പാതയുണ്ട്. പിൽഗ്രിം കോറിഡോറാണ്, ഒരു വലിയ തീർത്ഥാടന പാതയാ. യെരുശലേമിലെ കാളുകൾ കയറിപ്പോകുന്ന അതുവഴിയാ, ഇറങ്ങി വരുന്ന അതുവഴിയാ. ആ പാതയിലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭിക്ഷാടകനായിരുന്നു ബർത്തിമായി. നമുക്കറിയാം തീർത്ഥാടന വഴിയിലെ ഒരു ഭിക്ഷാടകന്റെ വരുമാനം എത്രയാണെന്ന്. ശരിക്കും അവന് കാഴ്ചയുള്ളൂ കുറവ്, പക്ഷെ അവൻ കംഫർട്ട് സോണിലാണ്. ധാരാളം പണം അവന് കിട്ടുന്നുണ്ട്. തിരക്കുള്ള ഒരു വഴിയിലെ ഒരു സ്വസ്ഥതയുള്ള ജീവിതമാണ് അവൻ നയിക്കുന്നത്. പക്ഷെ അവൻ അറിഞ്ഞു അതുവഴി യേശു വരുന്നു. അവന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ നീരുറവ പൊട്ടി. അവൻ മനസ്സിലാക്കി, എനിക്ക് സൗഖ്യം തരുവാൻ കർത്താവിന് കഴിയും. പക്ഷേ അവൻ ചോദിച്ചത് കാഴ്ചയല്ല, ഭർത്യമായി ചോദിച്ചത് കാരുണ്യമാണ്. വിശ്വാസ വഴിയിൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിക്കേണ്ടത് കരുണയാണ്, കാരുണ്യമാണ്. അവൻ പ്രാർത്ഥിച്ചേണ്ട, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നോക്കിക്കേ, ക്രിസ്തുവിന്റെ കോർ കമ്മിറ്റിപ്പെട്ടവരുടെ പ്രാർത്ഥന, എന്നാൽ ക്രിസ്തുവിനെ പറ്റി അടുത്തറിയാതെ ദൂരെ അറിഞ്ഞ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബർത്തിമായി. ഈ രണ്ട് പ്രാർത്ഥനകളും ഈ വിശ്വാസയാത്രയിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ആഗ്രഹങ്ങൾ ആർത്തിയായി മാറരുത്. വിശ്വാസയാത്രയിൽ ആഗ്രഹങ്ങൾ ആർത്തിയായി മാറരുത്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ജീവനുള്ളവരുടെ എല്ലാം ലക്ഷണമാണ് ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ആഗ്രഹമില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് സെമിത്തേരിയാണ്. അവിടെ കിടക്കുന്ന ഒരമ്മമാരും ഒരു സ്ത്രീകളും പറയത്തില്ല പുതിയ കല്യാൺ ജ്വല്ലേഴ്സ് വന്നിട്ടുണ്ട്, പുതിയ ഡയമണ്ട് നെക്ലസ് വേണമെന്ന്. അതുകൊണ്ടാണല്ലോ ധൈര്യപൂർവ്വം നമ്മൾ കല്ലറകളിലേക്ക് പോകുന്നത്. കല്ലറയിൽ കിടക്കുന്ന ഒരപ്പനും പറയില്ല എനിക്കൊരു ചായയും ഉഴുന്നുകടയും വേണമെന്ന്. അവിടെ ആഗ്രഹങ്ങളില്ല. ജീവനുള്ളവരുടെ ലക്ഷണമാണ് ആഗ്രഹം. എന്നാൽ സെബദി മക്കളിൽ ആഗ്രഹം ആർത്തിയായി മാറുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ഒരു ചിന്ത എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ അവന്റെ ആഗ്രഹം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണ്ട. ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ അവന്റെ ആഗ്രഹം അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ ആര്? സോക്രട്ടീസിന്റെ ശിഷ്യൻ, അരിസ്റ്റോട്ടിലിന്റെ ഗുരു, ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്, വേൾഡ് ഓഫ് ഐഡിയ എന്ന് പറയുന്ന ചിന്ത ലോകത്തിന് സമ്മാനിച്ചാണ്. അങ്ങനെ പ്രഗത്ഭനായ വ്യക്തിയാണ് പ്ലേറ്റോ. പ്ലേറ്റോ പറയുന്നത് അറിയോ? ഹ്യൂമൻ ബിഹേവിയർ ഫ്ലോസ് ഫ്രം 3 മെയിൻ സോഴ്സസ്. മനുഷ്യന്റെ സ്വഭാവം ഉരുവാകുന്നത് 3 ഉറവിടങ്ങളിൽ നിന്നാണ്. വിച്ച് ആർ ദേ? ദ ഫസ്റ്റ് വൺ ഈസ് ഡിസയർ, ആഗ്രഹം. സെക്കൻഡ് വൺ ഈസ് ഇമോഷൻ, വികാരം. ദ തേർഡ് വൺ ഈസ് നോളജ്. അതറിയണമെങ്കിൽ ഒറ്റ ആളെ പഠിച്ചാൽ മതി. റോം കണ്ട ഏറ്റവും ക്രൂരനായ ചക്രവർത്തിയാണ് നീറോ. നീറോയുടെ ആഗ്രഹം എന്താ അറിയോ? നീറോയ്ക്ക് സാമ്രാജ്യങ്ങളൊന്നും വെട്ടിപ്പിടിക്കണമെന്നും ഒരാഗ്രഹവും ഇല്ല. നീറോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹം ഭക്ഷണം കഴിക്കണമെന്നാ. നീറോ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കുമെന്ന് അറിയാമോ?
21 തവണ ഒരു ദിവസം ഭക്ഷണം കഴിക്കും. 3 ഡോക്ടർമാരെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം അകത്തോട്ട് ചെന്നാൽ ഒന്നി വിരലിടും, മരുന്ന് കൊടുക്കും, ഛർദിക്കും. നീറോ പറയുന്നത് ഭക്ഷണം വായിരിക്കുമ്പോഴേ ഉള്ളൂ ടേസ്റ്റ്, ഉള്ളിലോട്ട് പോയാലില്ല. അതുകൊണ്ട് അദ്ദേഹം 3 ഡോക്ടർമാരെ വെച്ച് 21 തവണ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുക. ഇത് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നാൻ കാരണമില്ല. കാരണം എന്തറിയോ, നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കും? നമുക്ക് 3 നേരത്തെ ഓർമ്മയെ കാണത്തുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന ബെഡ് കോഫി മുതൽ രാത്രി ഉറങ്ങാൻ പോകുമ്പം ഉറങ്ങുന്നതിന്റെ ക്ഷീണം തീർക്കാൻ കുടിക്കുന്ന പാല് വരെ, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കുറിച്ചും ഇറങ്ങിയും തിരിഞ്ഞും കഴിച്ചും ജീവിക്കുന്ന നമ്മൾ ഒരു ദിവസം എത്ര നേരം കഴിക്കും? 25 തവണ കഴിക്കും. ശരിക്കും പറഞ്ഞ നീറോ 3 ഡോക്ടർമാരെ വെച്ചാ 21 തവണ കഴിക്കുന്നത്. ഒരു ഡോക്ടറെ വെക്കാതെ 25 തവണ വീതം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീറോയുടെ പ്രധാനപ്പെട്ട ആഗ്രഹം കഴിക്കുക എന്നുള്ളതാണ്. 2, അദ്ദേഹത്തിന്റെ ഇമോഷൻ എന്തെന്നറിയാമോ? അദ്ദേഹം ഒരു സാഡിസ്റ്റ് ആയിരുന്നു. കേവല സാഡിസ്റ്റ് അല്ല, എക്സ്ട്രീം സാഡിസ്റ്റ്. കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയാ. കാരണം പൂന്തോപ്പിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, തുമ്പിയൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചു കയറും. ഇത് പെടയുന്ന കാണുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേദന വരുമ്പോ സന്തോഷിക്കുന്ന എക്സ്ട്രീം സാഡിസ്റ്റ് ആയിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഇമോഷൻ. നമ്മളിലും ഉണ്ട് കേട്ടോ ചെറിയ അളവിൽ ഈ സാഡിസ്റ്റ് ഭാവം. കാരണം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഒന്ന് വീഴുന്ന കണ്ട ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയ, പിന്നെ ചെന്ന് പൊക്കത്തുള്ളൂ, പെറ്റതറയാണെ പോലും. കാരണം എന്തറിയോ, നമ്മുടെ ഉള്ളിലെ സാഡിസ്റ്റ് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് പുറത്തു വരികയാണ്. അപ്പോ നീറോ ഒരു സാഡിസ്റ്റ് ആയിരുന്നു ഇമോഷൻ ലെവലില്. 3, നോളജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അമ്മയും പെങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവിന് പറയുന്ന പേരാണ് നോളജ്. പക്ഷേ നീറോ ചെയ്തെന്തറിയോ, സ്വന്തം അമ്മയായ അഗ്രിപ്പനയുടെ ഗർഭപാത്രത്തിലേക്ക് കടാര കുത്തിയിറക്കിയാണ് അമ്മയെ കൊല്ലുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാണ് അവന്റെ ആഗ്രഹം. സബദി മക്കളായ യാക്കോബും യോഹനാനും കർത്താവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന് ഈ പ്രാർത്ഥന നടത്തിയപ്പോ അവര് വലുതായോ ചെറുതായോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്. അവര് ചെറുതായി. നമ്മളെ ചെറുതാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കമ്മിറ്റിയൊക്കെ കൂടെ നമ്മൾ പറയാറുണ്ടല്ലോ, നീ എന്നെ കൊച്ചാക്കാൻ നോക്കുന്നോടാ, നാത്തോനും നമ്മൾ വഴക്കുണ്ടാക്കി പറഞ്ഞു, നീ എന്നെ ചെറുതാക്കാൻ നോക്കുന്നോടി. ഈ ലോകത്ത് നമ്മളെ ചെറുതാക്കാൻ ആർക്കും പറ്റത്തില്ലെന്നേ. കാരണം നമ്മൾ ആരുടെ സൃഷ്ടിയാ? ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം നമ്മളെ എന്ത് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ വളർത്തുവാൻ വേണ്ടിയാണ് ഓരോ നിമിഷവും ദൈവം നമ്മളെ കുറിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ദൈവം വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റത്തില്ല. ദൈവം ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഈ പാര വെക്കാൻ നടക്കുന്നവന്മാർ ആദ്യം പഠിക്കേണ്ട പാഠം ഇതാ: ദൈവം ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം ദൈവം നമ്മുടെ മേൽ ഇടപെടുന്നത് ഓരോ നിമിഷവും എന്റെ മകൻ, എന്റെ മകൾ, എന്റെ സൃഷ്ടി വളരണമെന്നാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് കൃപ തന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എപ്പോഴാ ചെറുതാകുന്നതെന്നറിയാവോ? നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടുമാണ് ഒരു മനുഷ്യൻ ചെറുതായി പോകുന്നത്. എന്നാൽ ഇതേ വേദഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, ഒരുവൻ വളരുന്നത് എങ്ങനെയാണെന്ന്. ശുശ്രൂഷയിലൂടെയാണ് ഒരു മനുഷ്യൻ വളരുന്നത്. ക്രിസ്തു പഠിപ്പിക്കുന്നു, നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നവർ ശുശ്രൂഷിക്കുവിൻ എന്നാണ് പറയുന്നത്. എന്താണ് ശുശ്രൂഷ? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹം പ്രഗത്ഭനായ ഒരു വക്കീലായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ ധാരാളം ക്ലൈൻസ്, ഇഷ്ടം പോലെ കക്ഷിയും കേസും പൈസയും. അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത സൗത്ത് ആഫ്രിക്കയിലാണ്. ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, ഇത് ഇങ്ങനെ തുറന്നിട്ട് കാര്യമില്ല. നല്ല പ്രതാപകാലത്ത് വക്കീൽ ഓഫീസ് അടച്ചിട്ട് ഇന്ത്യയിലേക്ക് പോയി. ആരായിരിക്കും ആ ഭ്രാന്തമായ തീരുമാനം എടുത്തേ? മറ്റാരുമല്ല, ബാരിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം ഇന്ത്യ വന്നപ്പോ അന്ന് ഇന്ത്യയിൽ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോഖലെ പോയി കണ്ടു. ഗോഖലെ കണ്ടിട്ട് ചോദിച്ചു, ഗോഖലെ, ഞാൻ എന്താ ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിങ്ങൾ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നതല്ലേ? ഉണ്ട്, ഒരു കതറും മുണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ വേഷവും ഒക്കെ തയ്ച്ചിട്ടുണ്ട്, പിറ്റേന്നങ്ങ് ഇറങ്ങുമല്ല വേണ്ടേ? ഇന്ത്യക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് നീ മനസ്സിലാക്കണം, ഇന്ത്യ എന്താണെന്ന് പഠിക്കണം. അതാ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയവും പഴയ രാഷ്ട്രീയവും നമ്മളുടെ വ്യത്യാസവും പറഞ്ഞു. ഗാന്ധിജി എന്തെയ്തറിയോ? പിറ്റേന്ന് ഒരു സംഘം ആളിനെയും കൂട്ടിക്കൊണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം നടന്ന് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ മധുരയിലെ വൈഗാ നദിയുടെ തീരത്തെത്തി. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാ വൈഗായുടെ തീരത്തെത്തിയപ്പോ ഗാന്ധിജിക്ക് ക്ഷീണം, ഒന്ന് കുളിക്കണമെന്ന് തോന്നി. കുളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ കുളിക്കടവിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ കുളിച്ചുകൊണ്ട് നിൽക്കുക. അദ്ദേഹം തിരിച്ചു പോരുന്നു.
കൊടുത്തിട്ട് കൂടുള്ളവരോട് പറഞ്ഞു, അവര് കുളിച്ച് കയറിയിട്ട് മതി എനിക്ക് കുളിക്കുന്നത്. മണിക്കൂർ 1 കഴിഞ്ഞു അവർ കയറുന്നില്ല, 2 കഴിഞ്ഞു അവർ കയറുന്നില്ല, 3 കഴിഞ്ഞു അവർ കയറുന്നില്ല. കൂടുള്ള സ്ത്രീയെ വിട്ടു. എന്താ അവരുടെ പ്രോബ്ലം? അവർ ചെന്ന് അന്വേഷിച്ചപ്പോ മനസ്സിലായി, അവർക്ക് മാറി ഉടുക്കാൻ തുണിയില്ല. തുണി കഴുകിയിട്ടേക്കുക, അത് ഉണങ്ങിയെങ്കിൽ അത് എടുത്തിടാൻ പറ്റത്തുള്ളൂ. ഗാന്ധിജിക്ക് സങ്കടം തോന്നി. എന്താ മനുഷ്യൻ ചെയ്തെന്നറിയാവോ? തന്റെ മേൽവസ്ത്രം ഊരി ആ സ്ത്രീക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഒരു നോമ്പ് ആരംഭിച്ചു. അദ്ദേഹം എടുത്ത വ്രതമാണ്, ഇന്ത്യയിൽ എല്ലാവർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്ന കാലത്തു മാത്രമേ ഇനി ഞാൻ എൻ്റെ മേൽവസ്ത്രം ധരിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 നാഥുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുമ്പോഴും മഹാത്മാഗാന്ധിക്ക് മേൽവസ്ത്രമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ നേതാക്കന്മാരെ നോക്കി, സാധാരണക്കാരന്റെ ഉള്ള ഉടുതുണി കൂടി ഉരിഞ്ഞുകൊണ്ട് പോകുന്നവരല്ലേ പുതിയ കാലത്തെ നേതാക്കന്മാർ. അവിടെയാണ് ഒരു മനുഷ്യൻ ശുശ്രൂഷകനായി മാറിയത്. മഹാത്മാഗാന്ധി മഹാനായത് താജ്മഹൽ വെച്ചുകൊണ്ടല്ല. ഈ മനുഷ്യനെ നോക്കിയിട്ട് ജനഗണമന എഴുതിയ, ഗീതാഞ്ജലി ലോകത്തിന് സമ്മാനിച്ച, ശാന്തിനികേതനത്തിന്റെ ആചാര്യനായ രവീന്ദ്രനാഥ ടാഗോർ ഈ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വെറും ഗാന്ധി അല്ല, മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിയെ മഹാത്മാവെന്ന് ആദ്യം വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. നോക്കിക്കേ, ഒരു മനുഷ്യൻ വലുതാകുന്നത് ശുശ്രൂഷയിലൂടെയാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോ, ഒരു മനുഷ്യൻ മഹാനാകുന്നത്, മഹാത്മാവാകുന്നത് എങ്ങനെയാണെന്ന് ഗാന്ധിജി പഠിപ്പിക്കുന്നു. ഇനി മദർ തെരേസയിലേക്ക് വരാം. മദർ തെരേസയുടെ ആത്മകഥയാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അതിൽ മനോഹരമായൊരു രംഗം അവർ നറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നറിയോ? ഒരിക്കൽ കുറച്ചു പേര് വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കൽക്കട്ട ചെയ്യുന്നേ? മദർ വന്ന് കാണാൻ പറഞ്ഞു. അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയാവോ? ചെവികൾ കുഷ്ഠം മൂലം അടർന്നു പോയ, മൂക്കടർന്നു പോയ, കണ്ണടർന്നു പോയ നിസ്വരായ മനുഷ്യരെ മടിയിലേറ്റി ദുർഗന്ധം വമിക്കുന്ന അവരെ തന്റെ കൈകൾ കൊണ്ട് വിയർപ്പും ശലവും ഒപ്പി ചോദിച്ചു, ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ മനുഷ്യരെ നോക്കിക്കേ, ജീവിതത്തിൽ ഗതികേട് കൊണ്ട് ഒരിക്കൽ പോലും ചിരിക്കാത്ത പാവ മനുഷ്യരാണ്. ഇവരുടെ ചുണ്ടിൽ ഇവർ മരിക്കുന്നതിന് മുമ്പ് ഒരു ചിരി വിരിയിക്കാൻ ഞാൻ ശ്രമം നടത്തി. നമ്മൾ ചെടി വെച്ച് പൂ വിരിയിക്കും. മദർ തെരേസ നിസ്വരുടെ ചുണ്ടുകളിൽ ചിരി വിരിയിച്ചു. അങ്ങനെയാണ് അവർ അഗതികളുടെ അമ്മയായി അവർ വളരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഈ ലോകത്ത് നമ്മുടെ വില എന്താ? ഞാൻ പറയും, ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഓരോ ഭവനങ്ങളിൽ ഇരിക്കേണ്ട ഓഫീസുകളിലൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുക. ഞാൻ പറയും, നമ്മുടെ വില ദൈവം തമ്പുരാൻ നമ്മുടെ മൂക്കിലൂതിയ കാറ്റാണ്, അല്ലയോ? ഈ കാറ്റ് പോയാൽ നമ്മളെ ആ കസേര പിന്നെ ഇരുത്തുവോ? ഇരുത്തത്തില്ല. അപ്പൊ നിന്റെ കസേരയിൽ നിനക്കിരിക്കാൻ ഇപ്പൊ കഴിയുന്നതിന്റെ കാരണം കർത്താവിന്റെ ജീവശ്വാസം നമ്മളിലൂടെ. അതുകൊണ്ടാണ് പറഞ്ഞ വിശ്വാസം ശ്വാസം തന്നവരോടുള്ള പ്രതിബദ്ധതയാണ്. ആ ശ്വാസം നിലച്ചാൽ കസേര ഇരുത്തത്തില്ല. നിങ്ങളിൽ നിന്ന് വന്ന വാഹനം, നിങ്ങളുടെ വാഹനം അതെന്തുവാകട്ടെ, ബെൻസോ, ഓഡിയോ, ലംബോർഗിനിയോ, ഏതുവാകട്ടെ, പക്ഷേ ശ്വാസം നിലച്ചാൽ കൊണ്ടുപോകാൻ പോകുന്നത് ആ വാഹനത്തിലാണോ? ഇല്ല. നീ സമ്പാദിച്ച നിന്റെ വാഹനം നിന്റെ പാർക്കിംഗ് പ്ലേസിൽ കിടക്കത്തേ ഉള്ളൂ. നിന്നെ കൊണ്ടുപോകാൻ ആംബുലൻസ് വരും, അല്ലേ? ഈ കാറ്റ് പോകാറാകുമ്പോഴാ നമ്മളെ കൊണ്ടുവന്ന ഡോക്ടർമാരെ ഏൽപ്പിക്കുന്നത്. ഡോക്ടറെ, എന്റെ ഭർത്താവിന്റെ, എന്റെ ഭാര്യയുടെ കാറ്റ് പോകാറായി, കാറ്റൊന്ന് പിടിച്ചേക്കണേ. ഡോക്ടർ അകത്ത് കൊണ്ടുപോകും, വെന്റിലേറ്ററിലും കുറച്ചു നേരം ശ്രമിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കൈ പറത്തിട്ട് പറയും കാറ്റ് പോയെന്ന്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നുണ്ട്, കാറ്റ് എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു ഡോക്ടർ വിചാരിച്ചാൽ പോലും നിന്റെ കാറ്റ് പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഓർക്കുക, നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, സ്ത്രീകളുടെ കഴുത്തിലൊക്കെ മാലയുണ്ട്, കയ്യിൽ വളയുണ്ട്, കാതിൽ കമ്മലുണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതിടാൻ പറ്റുന്നതെന്നറിയാവോ? ഈ കാറ്റുള്ളത് കൊണ്ട്. കാറ്റ് പോയാൽ ആദ്യം ഊരുന്ന എന്തായിരിക്കും? നിങ്ങളുടെ കയ്യെ കിടക്കുന്ന ഊരും, കാലേ കിടക്കുന്ന ഊരും, കഴുത്തെ കിടക്കുന്ന ഊരും. ആണുങ്ങളെ ആയാലും കഴുത്തെ കിടക്കുന്ന മാല ഊരും. അതോ മക്കൾ പറയുമോ, എന്റെ അപ്പം കഴിഞ്ഞ് 8 കൊല്ലമായിട്ടിട്ടേക്കുന്ന മാല 8 കൊടുത്തേക്കാൻ പറയുമോ? ഇല്ല. കാറ്റ് പോയാൽ ആദ്യം ഊരി എടുക്കുന്ന അതായിരുന്നു. എന്നാലൊന്ന് ഓർത്ത് നോക്കിക്കേ, ഊരാത്തൊരു സാധനമുണ്ട്. ഏതാണെന്നറിയാവോ? നമ്മൾ ഈ വെച്ചേക്കുന്ന കണ്ണട. കാരണം ഇത് വേറെ ഒരുത്തനും വെക്കാൻ കൊള്ളാത്തതുകൊണ്ട് വെച്ചു കൊടുത്തേക്കടാന്ന് പറയും. ഇതെന്തിനാ വെച്ച് തരുന്നത്? മരിച്ചവന് രാവിലെ മനോരമ വരുമ്പോ വായിക്കാൻ വേണ്ടിയാണോ? അതോ കവിത എഴുതാൻ വേണ്ടിയാണോ? അല്ല. പിന്നെയോ, ഇത് വേറെ ഒരുത്തനും വെക്കാൻ കൊള്ളാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് വളർത്തിയ മക്കള് കല്ലറയുടെ അടുത്ത് വരെ വരത്തുള്ളൂ, കെട്ടിയ ഭാര്യയും കല്ലറയുടെ അടുത്ത് വരെ വരത്തുള്ളൂ, കെട്ടിയ വീട് അവിടെ നിൽക്കത്തേ ഉള്ളൂ, നമ്മുടെ വണ്ടി പോർച്ച് കിടക്കത്തേ ഉള്ളൂ. ഒടുക്കത്തെ യാത്രയ്ക്ക് നമ്മുടെ കൂടെ വരുന്ന ചങ്ങാതിയുടെ പേരാണ് കണ്ണട എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചു വെക്കുമ്പം നല്ല കണ്ണട വാങ്ങിച്ചു വെച്ചാൽ ഒടുക്കത്തെ യാത്രയ്ക്ക് കൂടെ വരുന്ന ചങ്ങാതി.
പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ ആലോചിക്കേണ്ട വസ്തുതയുണ്ട്. നമ്മുടെ വില എന്താണ്? ജീവനെ തന്നവന്റെ ശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ആഗ്രഹങ്ങൾ വേണം. വിശ്വാസയാത്രയിൽ അത് ആർത്തിയായി മാറരുത്. എങ്ങും എത്താൻ നമുക്ക് കഴിയത്തില്ല. രണ്ടാമത്തെ ചിന്ത ഇതാണ്: ആഗ്രഹങ്ങൾ അനുഗ്രഹമാകണം. ആഗ്രഹങ്ങൾ അനുഗ്രഹമാകണമെങ്കിൽ അനുഗ്രഹിക്കുന്നവനെ പിന്തുടരണം. അനുഗ്രഹിക്കുന്നവരാര്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: അനുഗ്രഹിക്കുന്നവൻ ദൈവമാണ്. അപ്പോ ദൈവത്തെ അനുഗമിച്ചാൽ ആഗ്രഹം അനുഗ്രഹമാകും. കാരണം ബർത്തിമായിയോട് 10-ാം അധ്യായം 52-ാം വാക്യത്തിൽ കർത്താവ് സൗഖ്യം കൊടുത്ത് കാഴ്ച കൊടുത്തിട്ട് പറയുന്നു, നീ പൊക്കോടാ. അവൻ പോയില്ല. അവൻ ആരെ അനുഗമിച്ചു? യേശുവിനെ അനുഗമിച്ചു. വിശ്വാസയാത്ര ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ്. അനുഗമിച്ചാൽ നിന്റെ ആഗ്രഹങ്ങൾ അനുഗ്രഹമായി മാറും. അങ്ങനെ അനുഗ്രഹമായി മാറിയ മനുഷ്യനാണ് ബർത്തിമായി. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടം ചേസ് ചെയ്യുക എന്നുള്ള പദമാണ്. എന്താ ഈ ചേസിങ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, റോഡിൽ കൂടി ആംബുലൻസ് ഒക്കെ പോകുമല്ലോ. അപ്പൊ ആംബുലൻസ് പോകുമ്പോൾ മറ്റു വാഹനങ്ങളൊക്കെ വഴിമാറി കൊടുക്കും. ഇപ്പൊ കേരളത്തിലെ കാഴ്ചയാ, ഇതിന്റെ പുറകിൽ ബൈക്ക് വരുന്ന കാണാം. ഇപ്പോഴത്തെ ബൈക്കിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ കുത്തനെ ഇരിക്കുന്നതാ. ഇത് ഇരിക്കാൻ വേണ്ടിയുള്ളതല്ല, പറക്കാൻ വേണ്ടിയുള്ളതാ. അതിനകത്ത് എത്ര എണ്ണം ഇരിക്കുന്ന അറിയാമോ? 1, 2, 3, അതിന്റെ തോളയിൽ ഒരെണ്ണം 4. ഈ 4 എണ്ണമാണ് ഒരു ബൈക്കിൽ. ഇവന്മാർ ഇങ്ങനെ ആംബുലൻസിന്റെ പുറകെ വെച്ച് പായുന്നത് കാണാൻ കഴിയും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ആംബുലൻസിന്റെ പുറകിൽ പോയവന്മാര് ആംബുലൻസിനകത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാ? ലോകത്തെ ചേസ് ചെയ്താൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ചേസ് ചെയ്യേണ്ടത് ആരെയാ? ഞാൻ പറയും, ദൈവത്തെ ചേസ് ചെയ്യണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു അപ്പനെയും മോനെയും പരിചയപ്പെടും. എന്താ അപ്പന്റെയും മോന്റെയും പ്രത്യേകത? ഞാൻ പറയും, അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ കിട്ടിയ മകനാണ് ഐസക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ചോദിച്ചു, ഐസക്കിനെ ഇനി തന്നേക്കാൻ. ഐസക്കിനെ ബലിയർപ്പിക്കാൻ മോറിയുടെ മുകളിലേക്ക് കയറി പോവുക. പോന്ന വഴിക്ക് ചെക്കൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പ നിങ്ങൾ യാഗം അർപ്പിക്കാൻ പോകല്ലേ? യാഗം അർപ്പിക്കാൻ പോകുമ്പോ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടല്ലോ, ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലല്ലോ. നമുക്കറിയാം, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ പദം ഞാനിവിടെ ഉപയോഗിക്കുക എന്തിനാണെന്നറിയോ? ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന പദം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമ്മൾ പാചകവുമായിട്ട് ബന്ധപ്പെടും, അല്ലേ? പാചകം ചെയ്യുന്നവർക്ക് അറിയാം. ഉദാഹരണത്തിന് സമ്മന്തി എന്നാ പറയുന്നത്. ഈ സമ്യക്കായി ബന്ധിക്കപ്പെടുന്ന ആ സമ്മന്തി. പക്ഷെ ഈ സമ്മന്തിയുടെ എല്ലാ ഐറ്റത്തിന്റെ കൂടെ ഭാഷയുടെ വെച്ച് ചേർത്തരച്ചപ്പോഴാണ് ചമ്മന്തി ആയി പോയത്. അപ്പോ സമ്മന്തിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം, അല്ലെ? ഓരോ ഐറ്റം, ഉപ്പ്, മുളക്, അങ്ങനെ ഓരോ പുളിയും ഒക്കെ ചേർത്ത് വെച്ചാണ്. അത് ഫ്ലേവർ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. കാന്താരി ചമ്മന്തി ആകുമ്പോ കാന്താരി വരും, മാങ്ങയാകുമ്പോ മാങ്ങയാകും, ഇഞ്ചി ആകുമ്പോ ഇഞ്ചി ചേരും, അപ്പൊ ഇങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് അതിൽ ചേർന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ടാ? നിങ്ങൾ അത് ആസ്വദിക്കുന്നത് കൊണ്ടും അനുഭവിക്കുന്നത് കൊണ്ടും അറിയാൻ പറ്റും. എങ്കിൽ മോറിയ കയറുമ്പോൾ ഇസഹാക്ക് പറഞ്ഞു, അപ്പാ യാഗത്തിനുള്ള മൃഗയില്ല, ഒരു ഇൻഗ്രീഡിയന്റ് ഇല്ല. എന്തുകൊണ്ടാ ആ കുഞ്ഞത് തിരിച്ചറിഞ്ഞത്? ഞാൻ പറയും, ആ കുഞ്ഞിനെ അബ്രഹാം വളർത്തിയത് യാഗപീഠത്തോട് ചേർത്ത് നിർത്തിയാണ്. ആ കുഞ്ഞിനെ അബ്രഹാം വളർത്തിയത് യാഗപീഠത്തോട് ചേർത്ത് നിർത്തിയ കുടുംബ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോർത്ത് നോക്കിക്കേ. എന്റെയും നിങ്ങളുടെയും മക്കളെ ആരാധനാനുഭവത്തിൽ ചേർത്ത് നിർത്തി വളർത്താറുണ്ടോ? എന്ത് ആരാധന അനുഭവമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത്? യൗസേപ്പ് പിതാവിലേക്ക് വരാം. യൗസേപ്പ് പിതാവ് യേശുവിനെ വളർത്തിയതിനെ പറ്റി പറയുന്നത് 11 വയസ്സ് വരെ അവനെ തോറ ന്യായപ്രമാണം പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ വേദം പഠിപ്പിച്ചു. 11 വയസ്സ് വരെ അവനെ തന്നോട് ചേർത്ത് നിർത്തിയതിനു ശേഷം അവനെ കാർപ്പൻട്രി പഠിപ്പിച്ചു, മേസ്ത്രിപ്പണി പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ വേദം പഠിപ്പിച്ചു, വേല പഠിപ്പിച്ചു. പിന്നീട് ഒന്നുകൂടി ചെയ്തു. എന്ന് വെച്ചാൽ യഹൂദന്മാരെ സിനഗോഗുകളിൽ ആരാധിക്കാൻ പോകുമ്പോൾ അവനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഒരപ്പന്റെ ദൗത്യം ഇതാണ് കുടുംബ ജീവിതത്തിൽ. നമുക്ക് നമ്മുടെ തലമുറകളെ ആരാധനാനുഭവമായി ചേർത്ത് നിർത്തി വളർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമത് അവൻ ചോദിക്കുന്ന ചോദ്യം ഇല്ല എന്നാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ വീട്ടിലെ കൊച്ചുങ്ങൾ ഏറ്റവും അധികം വെറുക്കുന്ന വാക്കാണ് ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം അവരോട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്തോ ഒരു ഇമോഷണൽ ഇംബാലൻസ് അവരിൽ ഉണ്ടാകുന്നത്.
ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അടുത്ത സമയത്ത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബൈക്ക് ചോദിച്ചു. സാധാരണ ബൈക്കല്ല, സ്പീഡ് ബൈക്ക്. വാങ്ങിച്ചു കൊടുക്കാൻ അപ്പൊ നിർവാഹമില്ല. എവിടെങ്കിലും കൊണ്ട് ഇടിച്ചാൽ അകത്ത് പോകും. അത് കുട്ടിയല്ല പോകുന്നത്, അപ്പനകത്ത് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു പറ്റില്ല. ഇല്ല എന്ന് പറഞ്ഞതിന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാർ തൂങ്ങിയാണ് ചെയ്തത്. ഇല്ല എന്ന് പറഞ്ഞൊരു ചോദ്യത്തെ നേരിടാൻ ത്രാണിയില്ലാത്തൊരു തലമുറയായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണോ? നമ്മളത് ആലോചിച്ച് നമ്മൾ എങ്ങനെയാ വളർന്നത്? ഇല്ല എന്ന് പറയുന്ന ഒരു ചോദ്യത്തെ ഫേസ് ചെയ്തുകൊണ്ട് വളർന്നവരാണ് നമ്മൾ. സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം 1-ാം തീയതി ആണെങ്കിൽ പുതിയ സ്ലേറ്റ് കിട്ടുന്ന തലേന്ന് സന്ധ്യക്കല്ലേ? ആ സ്ലേറ്റ് കിട്ടുമ്പോ എന്തോ ഒരു സന്തോഷമാ. ഗ്രാഫൈറ്റിന്റെ സ്ലേറ്റ്, 4 വശത്തും തടി കൊണ്ടുള്ള പടി. എത്ര സന്തോഷമാണ് നമുക്കുള്ളത്. ഇന്ന് എത്ര വലിയ വാഹനം കിട്ടിയാലും വീട് കിട്ടിയാലും അത്രയും സന്തോഷം നമുക്കുണ്ടാകുമോ? ആ രാത്രി നമ്മൾ സ്വപ്നം കാണുക, നാളെ ഈ പുതിയ സ്ലൈറ്റുമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം. സ്കൂൾ ബാഗൊന്നുമില്ല, മുകളിലത്തെയും താഴത്തെയും ബട്ടൺസ് ഒപ്പിച്ചിട്ട് ഒരു ഷർട്ടും, അരയിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് തങ്ങി നിൽക്കുന്ന ഒരു ട്രൗസറും ഇട്ട്, കക്ഷത്തി സ്ലേറ്റും വെച്ച്, മഴയത്ത് നനഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് ഓടി വഴുതി കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കും. പോകുമ്പോ ആ പോകുന്ന പോക്കിൽ ആദ്യം എവിടെങ്കിലും വീഴും. വീണ് കഴിഞ്ഞാൽ ആദ്യം ഉടയുന്നത് ആ സ്ലേറ്റ് ആണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്ട് ഏതാണെന്നറിയാവോ? മലയാളവും കണക്കും ഇംഗ്ലീഷും ഒന്നുമല്ല. എഞ്ചിനീയറിംഗ് ആദ്യം പഠിച്ചത്. പൊട്ടിപ്പോയ സ്ലേറ്റ് ഒന്നിപ്പിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇന്നാണെങ്കിലോ പൊട്ടിയ വലിച്ചെറിഞ്ഞേരണ അല്ലേ? അതുകൊണ്ടാ ഭാര്യാഭർത്തൃ ബന്ധം ഒരു ചെറിയ തകരാറ് വരുമ്പോഴേ വലിച്ചെറിയാൻ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ പഴയ തലമുറ പൊട്ടിയാൽ പൊട്ടുന്നത് ഒപ്പിച്ചു വെക്കാൻ പഠിച്ചാണ് അവന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ആണോ അല്ലയോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒപ്പിച്ചു വെക്കാനൊക്കെ നോക്കും, ഇരിക്കത്തില്ല. പിന്നെ പകുതി മുറിയ സ്ലൈറ്റ്, പകുതി ഫ്രെയിമും കാണും. ഇതുമായിട്ട് സ്കൂളിൽ പോകും, തിരിച്ച് വീട്ടിൽ വരും. ചോദിച്ചാൽ പുതിയ സ്ലൈറ്റ് കിട്ടത്തില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ പിറ്റേന്ന് രാവിലെ സ്കൂളിൽ പോകുന്ന രംഗമുണ്ട് കേട്ടോ. കൂടുതൽ ഹാപ്പി ആയിട്ടാ പോകുന്നത്. ഇപ്രാവശ്യം നമുക്ക് കക്ഷത്തിൽ സ്ലൈറ്റ് വെക്കേണ്ടി വരത്തില്ല, കയ്യിലകത്തോട് ഇതങ്ങ് കയറ്റും. ഇത് മാറ്റിക്കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇല്ലായ്മകളെ ഫേസ് ചെയ്യുവാൻ അഭ്യസിച്ചവരാണ് നമ്മൾ. ഇതാ അബ്രഹാമിനോട് ഐസക് പറയുന്നു, അപ്പാ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പം പഠിപ്പിക്കുന്നത് എന്താ അറിയാവോ? അപ്പൻ മകന് കൊടുക്കുന്ന ഒരു ഉത്തരവുണ്ട്, ദൈവം കരുതും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമൃദ്ധിയെ നേരിടാൻ പഠിപ്പിക്കണം. ഇല്ലായ്മയെ നേരിടാനല്ല, പ്രോസ്പെരിറ്റിയെ ഫേസ് ചെയ്യാൻ നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം. അത് വിശ്വാസയാത്രയുടെ ഭാഗമാണ്. ഒരു കാര്യമില്ലെങ്കിൽ നീ എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടത്? അത് മാനേജ് ചെയ്യാൻ അബ്രഹാം മകനെ പഠിപ്പിക്കുന്ന ഇതാണ്, നീ ദൈവം മുമ്പാകെ ചോദിക്കണം, ദൈവം നിന്നെ കരുതും. കാരണം അവന് കയറാനുള്ളൊരു മലയാ. മോറിയയുടെ മുകളിൽ എന്താണെന്ന് അവൻ അറിയാൻ പറ്റുന്നില്ല. നീ കാണാത്ത നിന്റെ ജീവിതമാണ് നിന്റെ മോറിയ. അതിന്റെ ടോപ്പിൽ എന്താ നിനക്കൊന്നും അറിയത്തില്ല. അവിടെ നീ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. എന്നിട്ട് ആ ദൈവം കരുതിയോ? ഞാൻ പറയും കരുതി. മോറിയയുടെ മുകളിൽ ദൈവം അബ്രഹാമിനെ കരുതി, ആ വിശ്വാസയാത്രയെ കരുതി. നമ്മൾ പഠിച്ച സയൻസ് വെച്ച്, ഗ്രിഗർ മെന്റലിന്റെ സയൻസ് വെച്ച്, ജനറ്റിക്സ് വെച്ച് ഒരാടിനെ ആടെ പ്രസവിക്കത്തുള്ളൂ. പക്ഷെ മോറിയയുടെ മുകളിൽ കുഞ്ഞാടിനെ വൃക്ഷം നൽകി. നോർത്ത് നോക്കിക്കേ, പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോ കുഞ്ഞാടിനെ വൃക്ഷം നൽകി. തീ പോലെ ജ്വലിക്കുന്ന പാറയിൽ നിന്ന് തണുത്ത വെള്ളം ദൈവം ഒഴുക്കി കൊടുത്തു. സാധാരണ നോട്ട് അടിക്കുന്നത് റിസർവ് ബാങ്കിലാ. പക്ഷേ ദൈവം തമ്പുരാൻ പറയുന്ന മത്സ്യത്തിന്റെ വായിന്ന് ടാക്സ് അടയ്ക്കാനുള്ള പണം കൊടുക്കുന്നത്. നിനക്ക് കഴിയത്തില്ലെന്ന് നീ ചിന്തിക്കുന്നിടത്തു നിന്നാണ് നിന്റെ ദൈവം തുടങ്ങുന്നത്. നിനക്ക് കഴിയത്തില്ലെന്ന് നീ ചിന്തിക്കുന്നിടത്തു നിന്നാണ് നിന്റെ ദൈവം നിനക്കായി നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കിക്കേ. കുറച്ചു നാൾ മുമ്പ് ഞാനൊരു ട്രെയിൻ യാത്ര നടത്തിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ എന്നെ അറിയുമോ? സുന്ദരനായ സുമുഖനായ ചെറുപ്പം. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അവൻ പറഞ്ഞു, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കേ. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവൻ പറയുകയാണ്, 10-16 വർഷം മുമ്പ് അച്ഛൻ എന്നെ കാണാൻ വന്ന ഓർമ്മയുണ്ടോ? അവൻ പറഞ്ഞു, RCCയിൽ ഞാൻ അന്നേരം പഴയ ദിവസങ്ങളിലേക്ക് ഞാൻ സഞ്ചരിച്ചു. 4 വയസ്സുള്ളൊരു കുഞ്ഞ് ബോൺ ക്യാൻസർ ബാധിച്ച് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോട്ടെ. അവിടെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ RCC ചെന്നു, കണ്ടു. ഞാൻ ചെല്ലുന്ന സമയത്ത് അവന്റെ അമ്മ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുക. ഇവൻ കിടക്കയിലുണ്ട്. അവൻ ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ഇവൻ 23 സങ്കീർത്തനം ചൊല്ലുക, 4 വയസ്സുള്ള കൊച്ച്. അപ്പൊ ഞാൻ അടുത്ത് വന്നപ്പോ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അവനോട് ചോദിച്ചു, എന്താ നീ കരയുന്നത്?
അവൻ പറയാണ്, അച്ഛാ എനിക്ക് വേദന സഹിക്കാൻ വയ്യ, പെയിൻ കില്ലേഴ്സ് കൊടുത്തവർക്ക് പോലും വേദന സഹിക്കാൻ വയ്യ. അപ്പൊ അവന്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പോ നീ 23 സങ്കീർത്തനം ചൊല്ലിയാൽ മതി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് ആ കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്നു. പിന്നീട് ഞാൻ അവനെ കുറിച്ച് അറിഞ്ഞില്ല, ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചില്ല. ആ ട്രെയിനിൽ പറയുകയാണ്, അന്ന് അച്ഛൻ കാണാൻ വന്ന കുഞ്ഞാണ് ഞാൻ. ചോദിച്ചു, ഇപ്പൊ നീ എന്ത് ചെയ്യുന്നു? പറയുകയാണ്, ഞാൻ 2ാം വർഷ MBBS വിദ്യാർത്ഥിയായിട്ട് പഠനം നടത്തുകയാണ്. എന്റെ ക്യാൻസറൊക്കെ എന്റെ ദൈവം മാറ്റി. പ്രിയമുള്ളവരെ, കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വേദന വരുമ്പോൾ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരമ്മയ്ക്ക് അവന്റെ മകനെ ദൈവം തിരിച്ചു കൊടുത്തു. അവളുടെ മകനെ ദൈവം തിരിച്ചു കൊടുത്തു. അവൻ പറയുകയാണ്, എനിക്കൊരു ഓങ്കോളജിസ്റ്റ് ആകണം. അവന്റെ ആഗ്രഹം അതാ. അനേകർക്ക് വേദനയിൽ ആശ്വാസം പകരുന്ന ഒരു നല്ല മനുഷ്യനായി മാറണം. അവന്റെ ആഗ്രഹം പറയുകയാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോറിയയുടെ മുകളിൽ കരുതൽ ഒരുക്കിയ ഒരു ദൈവം നിന്റെ വിശ്വാസയാത്രയിൽ നിന്റെ മക്കളെ ചേർത്ത് പിടിച്ചോണം. ഇല്ലായ്മകളിൽ ദൈവം കരുതുവന്ന പോസിറ്റീവായിട്ടുള്ള ചിന്ത കൊടുക്കണം. അബ്രഹാമി മാത്രമല്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധ മറിയമിനെ പ്രസവിച്ചിട്ട് നാഴിക കഴിഞ്ഞിട്ടില്ല. പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോകണം. അടുത്ത ജംഗ്ഷനിലല്ല, അടുത്ത രാജ്യത്തേക്ക് നീ പോകണം. ആ യാത്രയെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. പ്രസവിച്ചിട്ട് നാഴികകൾ കഴിയാത്ത ഒരു കുഞ്ഞിനെയും ഏന്തിക്കൊണ്ട് ആ അമ്മയുടെ യാത്രയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നോ പ്രസവിച്ച് കിടക്കുന്ന ഒരു കാലമല്ലേ ലോകത്ത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളും മലയാളി സ്ത്രീകളാണ്. പഴയ കാലത്ത് അമ്മമാർ 56 ദിവസമേ കിടക്കത്തുള്ളൂ. അമ്മായിമ്മമാർ കുത്തി എഴുന്നേൽപ്പിക്കുമായിരുന്നു. 56. കുറെ കാലം കുറച്ചുകൂടെ പരിഷ്കരിച്ചപ്പോൾ 3 മാസം വരെ കിടക്കാൻ തുടങ്ങി. ഇപ്പൊ സർക്കാർ പറഞ്ഞു 6 മാസം കിടക്കാൻ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. എങ്ങനെ കിടക്കാമെന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറ്റത്. പിന്നെ ഒറ്റ കിടപ്പ, പിന്നെ ലേഹ്യം, കഷായം, ഇതെല്ലാം കഴിച്ച് ഇതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കഴിക്കുന്ന. അവസാനം പ്രസവിച്ച് എഴുന്നേക്കുന്ന ഒരു എഴുന്നേപ്പുണ്ട്. പിന്നീട് അന്ന് തുടങ്ങുന്ന നടുവേദനയാ. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. കാലുകറി കയറുമ്പോ മാതാവ് ഒരു നടുവേദനയിലായിരുന്നു. അവൾ പറഞ്ഞതറിയോ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ യാത്രയാണ് കാൽവറിയോളം നടക്കുവാൻ അവൾക്ക് കൃപയും ശക്തിയും കൊടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസയാത്ര നമ്മുടെ തലമുറകളെ ബലപ്പെടുത്തണം, നമ്മുടെ കുടുംബത്തെ ബലപ്പെടുത്തണം. നമ്മുടെ കുടുംബം ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ ശക്തി പ്രാപിക്കണം. വേറെ നമ്മുടെ ധനത്തിന് നമ്മളെ താങ്ങാൻ കഴിയത്തില്ല, നമ്മുടെ പദവികൾക്ക് നമ്മളെ താങ്ങാൻ കഴിയത്തില്ല, ദൈവവിശ്വാസത്തിനല്ലാതെ മറ്റൊന്നിനും നമ്മളെ താങ്ങാൻ കഴിയത്തില്ല. കുറച്ചാൾ മുമ്പ് ഞാൻ ഒരു യാത്ര പോയി. അപ്പോൾ അവിടെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവരെന്നെ എയർപോർട്ടിലോട്ട് കൊണ്ടുവിട്ടു. ഭാര്യ, ഭർത്താവ്, 2 മക്കള്, അമ്മായിയമ്മ ഉൾപ്പെടുന്ന ഒരു കുടുംബം. അപ്പൊ അവരുടെ ജീവിതത്തിലെ രസകരമായ ഒരു സംഭവം ഞാനുമായിട്ട് പങ്കുവച്ചു. 2-3 വർഷം മുമ്പാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി വന്നു. ഒരു രാത്രിയിൽ നാളെ മുതൽ ഇനി നോട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോ ഇവരൊരുമിച്ചിരുന്ന് TV കാണുക. അപ്പൊ മരുമോൾ അമ്മായിയമ്മയോട് ചോദിച്ചു, അമ്മച്ചിയുടെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? അപ്പൊ അമ്മച്ചിക്ക് നോട്ട് നിരോധനം മനസ്സിലായില്ല. അമ്മച്ചി മരുമോടെ മോട്ടോത്തോളം സൂക്ഷിച്ചു നോക്കിയിട്ട് പണം അടിച്ചു മാറ്റാൻ വിചാരിച്ചിട്ട്, നീ എനിക്ക് പൈസ തരുന്നോ? എനിക്ക് പെൻഷൻ ഉണ്ടോ? എന്റെ കയ്യിൽ നിന്ന് എവിടുന്ന പണം? ദേഷ്യപ്പെട്ടിട്ട് ആ സംഭാഷണം അവിടെ അവസാനിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വല്യമ്മയ്ക്ക് മനസ്സിലായത് നോട്ട് നിരോധനം എന്താന്ന്. ആളുകളൊക്കെ ATMന്റെ മുമ്പിൽ കുഴഞ്ഞു വീഴുന്നു, പണം കിട്ടാതെ ഓടുന്നു. ഇത് അറിഞ്ഞതിന്റെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വല്യമ്മയ്ക്ക് ടെമ്പറേച്ചർ കയറിക്കൊണ്ടു, വയറ്റിളക്കം തുടങ്ങി. ആശുപത്രി കൊണ്ടുപോയി, ഡ്രിപ്പ് ഇട്ടു, ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് കുറയുന്നില്ല. മരുമോക്ക് മനസ്സിലായി ശരീരത്തിന്റെ കുഴപ്പമല്ല, മനസ്സിന്റെ കുഴപ്പമാണ്. ഡിസ്ചാർജ് ചെയ്ത് അവിടുന്ന് വരുന്ന വഴി 2 കരിക്കിന്റെ വെള്ളം വാങ്ങിച്ചു വീട്ടിക്കൊണ്ടിട്ട് ചോദിച്ചു, അമ്മച്ചി എന്താ അമ്മച്ചിക്ക് പറ്റിയത്? പറഞ്ഞു, അതെ എടി, ഞാനൊരു നുണ പറഞ്ഞതാ, എന്റെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ട്. മരുമോളെ വിളിച്ച് മുറി കൊണ്ടുപോയി. പണ്ട് തഴപ്പായി കിടന്ന വല്യമ്മ ഇപ്പൊ പെപ്പിന്റെ മെത്തേല 2 ലക്ഷം രൂപയുടെ മെത്തേല കിടക്കുന്നത്. ഈ മെത്ത രാവിലെയും വൈകുന്നേരവും വല്യമ്മ എടുത്ത് പൊക്കും താക്കും. ഇതാണ് വല്യമ്മയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം, 6 പാക്ക്. അപ്പൊ മരുമോളെ വിളിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് ഈ മെത്ത വല്യമ്മ പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേ മെത്തയുടെ അടിയിൽ അന്ന് 1000ന്റെ നോട്ടാ, 200,000ന്റെ നോട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഇതിന് മുകളിലാണ് മെത്തയിട്ട് വല്യമ്മ കിടക്കുന്നത്. മരുമോടെ കണ്ണുകളിൽ പോയി. ഒരു വരുമാനം ഇല്ലാത്ത വല്യമ്മയുടെ കയ്യിൽ ഇത്രയും പൈസ എങ്ങനെ വന്നു? ആരെങ്കിലും ഒക്കെ കൊടുക്കും. 900, 1000 ആകുമ്പോൾ ഒറ്റ നോട്ടാവും, മെത്തയുടെ അടിയിലോട്ട് കയറ്റും. അപ്പോൾ മരുമോളി ചോദിച്ചു, എന്തിനാ വെച്ചി ഞങ്ങൾ അറിയാതെ ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചേ? അപ്പൊ വല്യമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എടി എനിക്ക് പ്രായമായി, എനിക്ക് ഒരു ബലമാണ് മെത്തയുടെ അടിയിൽ കിട്ടേക്കുന്ന പണം. പ്രിയപ്പെട്ടവരെ, പണം ഒരു ബലമാണോ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ.
എന്നെ കേൾക്കുന്ന ധാരാളം പേരുണ്ടല്ലോ, നമുക്കൊക്കെ മക്കളുണ്ടല്ലോ. നമ്മുടെ സ്വത്ത് ആർക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത്? മക്കൾക്കായിരിക്കും അല്ലേ? എങ്ങനെ കൊടുക്കാൻ പോകുന്നത്? എങ്ങനെ കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ മരണശേഷമാണ് അവർക്ക് എഴുതി കൊടുക്കാൻ പോകുന്നത്. അതിന്റെ കാരണം എന്താ? ഈ അടുത്ത സമയത്ത് രത്തൻ ടാറ്റ മരിച്ചത്. ടാറ്റായ്ക്ക് ടാറ്റയുടെ ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമുണ്ട്. ടാറ്റായ്ക്ക് ടാറ്റയുടെ ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമുണ്ട്. നമുക്ക് നമ്മുടെ മക്കളിൽ വിശ്വാസമുണ്ടോ? കാരണം ഇത് നമ്മുടെ ഉൽപ്പന്നമല്ലേ? അല്ലെ? ഇതാരുടെ മോന്? എന്റെ മോന്. ഞാൻ എൻ്റെ അപ്പന് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എനിക്ക് തരത്തില്ല. എന്നാൽ ഇപ്പം കുഴപ്പമില്ല, കാരണം കൊടുത്താലും RDO കോടതി വഴി തിരിച്ചെഴുതി വാങ്ങിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി കഴിഞ്ഞ് നേരം വെളുക്കും ഒരു വശം പൊങ്ങിയില്ലെങ്കിൽ പണം കിടക്കുന്ന SBIയിലായിരിക്കും. രാവിലെ നിനക്ക് ബാത്റൂമിൽ പോകണം, നിന്നെ കൊണ്ടുപോകാൻ SBIയുടെ മാനേജർ വരുമോ? നിന്റെ പണം കിടക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലായിരിക്കും. നിനക്കുള്ള വെള്ളം വേണം, വെള്ളം തരാൻ സെബി നാളെ വരുമോ നിനക്ക്? ഇല്ല. നിന്റെ ചുറ്റുവട്ടമുള്ളവരാ നിനക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ധാരാളം ധനമുണ്ടായിട്ടും ഇരക്കുന്നവരെ പോലെ ജീവിക്കുന്ന വാർദ്ധക്യം നമ്മുടെ കണ്ണുമുമ്പിൽ കണ്ടുവരിക. ഒന്നുമില്ലാഞ്ഞിട്ടും ചില മാതാപിതാക്കൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടുവരിക. എന്തുകൊണ്ടാണെന്നറിയാമോ? മക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തെ ചേസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം എന്തുകൊണ്ട് അവനെ ചേസ് ചെയ്യേണ്ടതെന്നറിയാവോ? ഞാൻ പറയും, ശ്രേഷ്ഠമായ മറവി കൊണ്ടും അനുഗ്രഹപ്രദമായ ഓർമ്മ കൊണ്ടും നമ്മെ നിറയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ശ്രേഷ്ഠമായ മറവി കൊണ്ടും അനുഗ്രഹപ്രദമായ ഓർമ്മ കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആണോ അല്ലയോ? ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ഇന്ന് നിന്റെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ നീ എവിടെ ഇരിക്കും? ഇന്ന് ഞാൻ എന്റെ കസേരയിൽ ഇരുന്ന് ഈ പ്ലാറ്റ്ഫോമിൽ തിരുവചനം കേൾക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ, എന്റെ വീട്ടിലിരിക്കാൻ ദൈവം എനിക്ക് യോഗ്യത തന്നെങ്കിൽ, ആ യോഗ്യതയുടെ കാരണം എന്തറിയാവോ? നമ്മൾ ചെയ്ത കൊള്ളരുതായ്മ കർത്താവ് ഓർക്കാത്തത് കൊണ്ടാണ്. മറവിയുടെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മൾ. കർത്താവിന്റെ മനഃപൂർവ്വമുള്ള മറവിയുടെ ഫലം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. കർത്താവ് ഉയർത്തെഴുന്നേറ്റല്ലോ, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തള്ളിപ്പറഞ്ഞവനുണ്ട്, ക്രൂശാരോഹണത്തിന്റെ സമയത്ത് ദൂരെ ഓടിപ്പോയവന്മാരുണ്ട്. കർത്താവ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എന്താണ് നീ എന്നെ തള്ളിപ്പറഞ്ഞെന്ന് ചോദിച്ചോ? ഓടിപ്പോയെന്ന് ചോദിച്ചോ? ഇല്ല. അവർ പറയാ സമാധാനം. കർത്താവിന് പകരം നമ്മളാണ് ഉയർത്തെഴുന്നേൽക്കുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് അവന്റെ സമാധാനം തീർന്നു. ഇതാണ് കർത്താവ്. നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ നമ്മൾ പിൻപറ്റണം. 2, അവൻ നൽകുന്ന ഓർമ്മ എന്താ? അവന്റെ തിരുജനനം, അവന്റെ മനുഷ്യാവതാരം, അവന്റെ ക്രൂശ് മരണം, അവന്റെ പുനരുത്ഥാനം, അവന്റെ 2ാമത്തെ വരവ്. എത്ര ശ്രേഷ്ഠമായ ഓർമ്മ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുന്നവരാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ശ്രേഷ്ഠമായ മറവി കൊണ്ടും അനുഗ്രഹപ്രദമായ ഓർമ്മ കൊണ്ടും നമ്മളെ വഴി നടത്തുന്ന കർത്താവിനെ നമ്മൾ പിന്തുടർന്നേ മതിയാകൂ. പ്രിയപ്പെട്ടവരെ, വ്യർത്ഥമായി യേശുവിനെ വിശ്വാസ യാത്രയിൽ അനുഗമിച്ചു. ഞാൻ പറയും, സെബദി മക്കളെയും കർത്താവ് വെറുതെ വിട്ടില്ല കേട്ടോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വാക്യത്തിൽ യോഹന്നാൻ തന്നെ എഴുതുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരിൽ വെച്ച് താൻ സ്നേഹിച്ച ഒരുത്തൻ അവന്റെ മാർഗത്തിൽ ചാരിക്കൊണ്ടിരുന്നു. ആരെ എഴുതുന്നത്? യോഹന്നാൻ. 13-ാം അധ്യായം 23-ാം വാക്യം. ആരെ പറ്റി എഴുതുന്നത്? അവനെ പറ്റി തന്നെ എഴുതുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെ ഭാഷ പറഞ്ഞ എന്തോ ഒരു തള്ളുന്നത്. പക്ഷെ അവൻ എഴുതുന്നതറിയോ? അവൻ കർത്താവിന്റെ മാർഗത്തിൽ ചാരി. അതിനുശേഷം അവന് വരുന്ന മാറ്റം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ഹൃദയമന്ത്രണം അവൻ കേട്ടപ്പോൾ അവൻ സ്നേഹമുള്ളൊരു മനുഷ്യനായി. യാക്കോബും യോഹന്നാനും അല്പം തീവ്രവാദികൾ. അവർ ശമരിയെ കൂടെ പോകുമ്പോഴാണ് പറയുന്നത്. അന്ന് മിസ് ചെയ്തൊന്നുമില്ല. ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ശമരിയക്കാരെ കൊല്ലട്ടെ എന്ന് ആഗ്രഹിച്ചവരാ ഈ ശബരി മക്കള്. അതിൽ ഒരുവൻ യോഹന്നാൻ. ആ യോഹന്നാൻ പറയുകയാണ്, എന്താണ്? കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ച താനാണ്. അവൻ സ്നേഹമായി മാറുകയായിരുന്നു യേശുവിന്റെ മാർഗിൽ ചാരിയപ്പോൾ. ലേഖനം എഴുതുമ്പോ എന്താ? നിറച്ച് സ്നേഹത്തെ പറ്റി എഴുതുന്നത്. കർത്താവ് അമ്മയെ ഏൽപ്പിക്കാൻ ക്രൂശിൽ തെരഞ്ഞെടുത്തത് യോഹന്നാനെയാണ്. നോക്കിക്കേ, ഒരു മനുഷ്യൻ സ്നേഹമായി മാറുക. യേശുവിന്റെ മാർവിടത്തിൽ ചാരിയപ്പോൾ അവൻ സ്നേഹമായി രൂപപ്പെട്ടു. ഈ വിശ്വാസത്തിന്റെ തീർത്ഥയാത്ര യേശുവിന്റെ മാർവിൽ ചാരുന്ന ഒരു യാത്രയായി മാറണം. യാക്കോബിനെ നോക്കിക്കേ, കസേര ഒതിച്ചുകൊണ്ട് വന്നവരെ രണ്ടും. ആദ്യത്തെ ആള് യേശുവിന് വേണ്ടി യേശുവിന്റെ മാർവിൽ ചാരി സ്നേഹത്തിന്റെ അപ്പോസ്തലനായി. 2ാമത്തെ ആള് യാക്കോബ്, കർത്താവിന്റെ ശിഷ്യന്മാരിൽ യേശുവിന് വേണ്ടി ആദ്യം മരിച്ചത്
AD 44 അഗ്രിപ്പ ഹെരോദാവിനാൽ യാക്കോബ് സ്ലീഹയാണ് കർത്താവിന് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്തു. അസേര ചോദിച്ചവൻ കഴുത്ത് നീട്ടിക്കൊടുത്ത് കർത്താവിന്റെ രക്തസാക്ഷിയായിട്ട് മാറി. ഈ രാത്രി എന്റെയും നിങ്ങളുടെയും യാത്ര എങ്ങോട്ടാണ്? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണ്? ഒരു നിമിഷം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. കർത്താവ് ഈ രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുന്ന ഒരു രാത്രിയായിട്ട് മാറണം. ഈ രാത്രി നമ്മൾ ചിന്തിച്ചത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 52 വരെയുള്ള ഭാഗമാണ്. 2 പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന 35 മുതൽ 45 വരെ, രണ്ടാമത്തെ പ്രാർത്ഥന 46 മുതൽ 52 വരെ. ഒന്നാമത്തെ പ്രാർത്ഥന കർത്താവിന്റെ കോർ കമ്മിറ്റി അംഗങ്ങളായ സബദി പുത്രന്മാരുടെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവിനെ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ബർത്തിമായുടെ പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന ആഗ്രഹമാർത്തിയായി മാറുന്നതാണ്. രണ്ടാമത്തെ പ്രാർത്ഥന ആഗ്രഹമായി മാറുന്നതാണ്. എന്നാൽ ആർത്തിയുള്ളവരെയും പരിണമിപ്പിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നൽകുന്ന കർത്താവ് യോഹന്നാന്റെ മേൽ സ്നേഹമായി പെയ്തിറങ്ങിയപ്പോൾ അവൻ സ്നേഹമായി മാറി. യാക്കോബ് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസയാത്ര എങ്ങോട്ടാണ്? എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ പങ്കാളിയെ, എന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് യഥാർത്ഥമായ ഒരു വിശ്വാസയാത്ര നിർവഹിക്കുവാൻ നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് മേൽ പകരണമേ. YMCയുടെ ഈ വിശ്വാസയാത്ര അനുഗ്രഹത്തിന്റെയും രൂപാന്തരത്തിന്റെയും ഒരു നല്ല തീർത്ഥാടനമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടും നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Acha, for such a beautiful message and also for touching our hearts. രണ്ട് കാര്യങ്ങളാണല്ലോ. വീണ്ടും ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് സമ്മറൈസ് ചെയ്ത് ഒന്ന് പറയുകയാണ്. 2 ടൈപ്പ് പ്രെയർ ആണ് ഉള്ളത്. അത് മർക്കോസിന്റെ ചാപ്റ്റർ 10 35 to 52 ആണ് ഇന്ന് അച്ഛൻ പറഞ്ഞ മെസ്സേജ്. അതിനകത്ത് ആദ്യത്തെ പ്രാർത്ഥന 35 to 45, രണ്ടാമത്തെ പ്രാർത്ഥന 46 to 52. അപ്പം ആദ്യത്തെ പ്രാർത്ഥന ആഗ്രഹങ്ങൾ ആയി മാറല്ലേ എന്ന് പറയുന്നതും, രണ്ടാമത്തെ പ്രാർത്ഥന ആഗ്രഹങ്ങൾ അനുഗ്രഹമായി തീരണം എന്ന് ഉള്ള കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ മെസ്സേജ്. സോ താങ്ക് യു അച്ഛ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ ദൈവത്തിൽ അടുപ്പിക്കാനും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് once again thank you. Next, I would like to invite Mr. Varghese Jacob, our prayer meeting convener, to give away the vote of thanks. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വളരെ അനുഗ്രഹീതമായ സമയത്ത് അബുദാബി YMCA കുടുംബാംഗങ്ങൾക്ക് ഇത്രത്തോളം ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വലിയ സ്നേഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രിയ അച്ഛനിൽ കൂടി നമ്മുടെ ശുദ്ധ മനസാക്ഷിയെ ഉണർത്തുന്ന വളരെ അനുഗ്രഹീതമായ ഒരു മെസ്സേജ് ഈ സന്ധ്യാകാലത്ത് നമ്മൾക്ക് കേൾക്കുവാനും നമ്മെ തന്നെ കാണുവാനും ദൈവം നമുക്ക് ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങള് അത് ആർത്തിയായി തീരുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മെ അത് ഓർപ്പിച്ചുണർത്തുകയും നമ്മുടെ ആഗ്രഹങ്ങൾ ആർത്തിയായി മാറുകയല്ല. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ആ ബർത്തലോമായുടെ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് കൃത്യകാൽ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ തലമുറകള് നമ്മളെടുത്ത ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ തലമുറകള് അത് എടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അതിന് യോഗ്യരാക്കി തീർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും പകരട്ടെ എന്ന് ഞാനും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശുദ്ധ മനസാക്ഷിയെ ഈ രാത്രി വളരെ ശക്തമായിട്ട് ഉണർത്തുവാൻ തക്കവണ്ണം പ്രിയ അച്ഛന്റെ മെസ്സേജിൽ കൂടി സാധ്യമായി തീർന്നു. നമ്മളോട് കേട്ട വചനം നാം മറന്നു പോകുന്നവരായി തീരുവാനല്ല, അതൊരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടി കടന്നു പോകുന്ന അനുഭവമല്ല. ദൈവവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസയാത്രയില് വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നതുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് പോകുവാൻ അബുദാബി YMCAക്ക് ഇടയാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വന്ന വളരെ ഐശ്വര്യമായിട്ട് ദൈവവചനം ശുശ്രൂഷിച്ച് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയും, നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സാക്ഷിയെ ഉണർത്തി നമ്മെ ക്രിസ്തുവിൽ ശ്രേഷ്ഠരാക്കി തീർക്കുന്ന അനുഭവത്തിലേക്ക് നയിച്ച ബഹുമാന്യനായ റവറൻ ഫാദർ ഫിലിപ്പ് തരകൻ അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള കാലഘട്ടത്തിൽ അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അബുദാബി YMCA പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ അച്ഛനോടുള്ള YMCAയുടെ എല്ലാ നന്ദിയെയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അശരണായിരിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ദൈവം സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടല്ല നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ ബഹുമാന്യനായ YMCA അബുദാബിയുടെ പ്രസിഡന്റ് ശ്രീ നൈനാൻ പണിക്കർ അവറുകളാണ്. പ്രിയ YMCA പ്രസിഡന്റിനോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സന്ദീപ് ജോർജ്, ട്രഷറർ സാമുവൽ സക്കറിയ, വൈസ് പ്രസിഡന്റ് അലൻ ജോർജ്, നമ്മുടെ പേട്ടൻ ബിജു പാപ്പച്ചൻ, എല്ലാ ബോർഡ് മെമ്പേഴ്സിനെ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങള് ഈ ദേശത്ത് ദൈവജനത്തിന് അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഈ മീറ്റിംഗിൽ കടന്നു വന്ന് സംബന്ധിച്ച നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏതാണ്ട് 72ഓളം ഡിവൈസ് ഈ പീക്ക് ടൈമിൽ ഇവിടെ ജോയിൻ ചെയ്യുവാൻ കൊണ്ടുമിടിയായി തീർന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ആ ഒരു സഹകരണമാണ് എല്ലാ വിധത്തിലും ഈ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡ് ആയി തീരുവാൻ തക്കണം സാധ്യമായി തീർന്നത്. ഈ പട്ടണത്തില് നമുക്ക് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കക്ഷിത്വങ്ങളും ഇടിച്ചു കളഞ്ഞുകൊണ്ട് ദൈവികമായ പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എല്ലാവരും ഇടയാക്കട്ടെ. എല്ലാവരോടുമുള്ള വളരെ ആത്മാർത്ഥമായ അബുദാബി YMCAയുടെ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകാല് സമയത്ത് ഇന്ന് ഈ മീറ്റിംഗിൽ പാട്ടുപാടി കൊയറിൽ കൂടി വളരെ ആത്മീയമായ അന്തരീക്ഷത്തില് കൊയർ ലീഡ് ചെയ്ത പ്രിയ ഫിന്നി ജോൺസനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും അബുദാബി YMCAയുടെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ആങ്കർ ചെയ്ത പ്രിയ പ്രിൻസ് ബോർഡ് മെമ്പറാണ്. അബുദാബി YMCAയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ മുമ്പിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. പ്രിയയുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നമ്മൾ കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവികമായ ആലോചനകൾക്കൊത്തവണ്ണം വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആർത്തിയായി തീരാതെ വിശ്വാസത്തിനൊത്തവണ്ണം കാൽച്ചുവടുകളെ വെപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Inviting our Honorable Vice President, Mr. Alan George, for the closing prayer. മ്യൂട്ടാണേ, മ്യൂട്ടാ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ വൈകിയ വേളയിൽ ഞങ്ങൾ YMCA ആയിട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിലൂടെ നിങ്ങളെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പല ഭാഗങ്ങളായിരുന്നു നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ചിരിക്കുന്നതിനാൽ നന്ദി കരയേറ്റുന്ന കർത്താവേ. YMCAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഖിലലോക YMCAയുടെ പ്രാർത്ഥനാവാരമായി കൂടുന്ന ഈ സമയത്ത് നമുക്ക് വചന ശുശ്രൂഷ നടത്തിയ റവറൻ ഫാദർ ഫിലിപ്പ് തരകൻ അച്ഛനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ അനുഗ്രഹിച്ച് കൂടുതൽ പേരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതിന് അച്ഛനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടി പറഞ്ഞതുപോലെ ഹൃദയം വലുതാക്കി ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ കർത്താവേ. ഡിസിപ്ലിൻ ഈസ് ഫ്രീഡം ഓഫ് ബോണ്ടേജ് എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. അത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ യോഗത്തിന് വേണ്ടി ചെറുതും വലുതുമായി സഹായം ചെയ്ത സകലർക്ക് വേണ്ടിയും ദൈവമേ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് YMCA അബുദാബിയുടെ ബോർഡ് മെമ്പേഴ്സിനെയും YMCA അബുദാബിയുടെ എല്ലാ മെമ്പേഴ്സിനെയും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടിയും ദൈവമേ അവിടുത്തെ സന്നിധിയിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിൽ കടന്നു വന്ന സകലരെയും ഒരിക്കൽ കൂടി തിരുസന്നിധിയിലോട്ട് ഏൽപ്പിക്കുന്നു. ഓരോ കുടുംബത്തെയും അവിടുത്തെ കൃപയിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിരിയാൻ പോവുകയാണ്. പിരിയാത്തവനെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കണ്ടതിനാൽ സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപകൾക്ക് മാറാകണമേ. ആമേൻ.
here we are ending our prayer meet for today. So good night to all of you.